നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത് ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആലിം അവഗണിക്കപ്പെടുന്ന അവസ്ഥ, ഇൽമിനെ അവഗണിക്കപ്പെടുന്ന അവസ്ഥ, അറിവിന്റെ പ്രസക്തിയെ തള്ളപ്പെടുന്ന അവസ്ഥ, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അവതരിച്ചാരംഭിക്കുമ്പോ റമദാൻ 24 24 എന്ന് പറയുമ്പോൾ ആരും ശ്രദ്ധിക്കണ്ട. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞോ 24 എന്നാണ്. രണ്ട് എതിരല്ലേ വിചാരിക്കണ്ട. ഖുർആനിൽ ഒരു പ്രധാനമായി രണ്ടവതരണമുണ്ട്. ഒന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ആകാശത്തേക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് അത് ഒന്നിച്ചാണ്. ആറായിരത്തി ചില ആയത്തുകളുണ്ടെങ്കിൽ ആ ആയത്തുകൾ ഒന്നിച്ചാണ് റബ്ബ് തആല ഭൂമിയുടെ ആകാശത്തേക്ക് ഇറക്കിയത്. ആ ആകാശത്തിൽ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ എത്തിച്ചത് 23 വർഷത്തെ വ്യത്യസ്ത സമയത്തിലും വ്യത്യസ്ത ഘട്ടങ്ങളിലുമായിട്ടാണ്. അങ്ങനെ രണ്ടവതരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ പുണ്യമായ രാവിലാണ്, പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിൽ ലൈലത്തുൽ ഖദർ എന്നാണോ ആ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ ഭൂമിയുടെ ആകാശത്തേക്ക് ഇറക്കിയത്. എന്നാൽ ഭൂമിയുടെ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനുമായി ഇഖ്റ ബിസ്മി റബ്ബികൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതാണ് വഹയിന്റെ ആരംഭം, ഇതാണ് ഖുർആന്റെ ആരംഭം. ഈ ആരംഭമായ ഇഖ്റ ബിസ്മിയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖയിൽ വന്നുകൊണ്ട് നിബിധങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തത്, ഇറക്കി കൊടുത്തത് റമദാൻ 24-നാണ്. റമദാൻ 24-നാണ് ഭൂമിയിലേക്കുള്ള അവതരണത്തിന്റെ ആരംഭം, എത്ര ആരംഭം. എന്നാൽ മനുഷ്യന്റെ ആധികാരികമായ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ് വിശുദ്ധ ഖുർആനിന്റെ പറഞ്ഞിട്ട് പോലും മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ട കലാമാണ്, ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നിട്ട് പോലും ഖുർആൻ ആദ്യം പറഞ്ഞ വിഷയമല്ല. നീ വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബികൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യനെ വായിക്കേ. ബിസ്മി റബ്ബികൽ ലദീ ഖലഖ്, പടച്ചുണ്ടാക്കിയ തമ്പുരാന്റെ നാമത്തിൽ നീ വായിക്കേ. അല്ലാഹുവിന്റെ പേര് കൊണ്ട് വായിക്കേ. വായിക്കണം. അത് ബിസ്മി കൊണ്ടാണ് ആരംഭിക്കാവുന്ന വായനയായിരിക്കണം, നല്ല വായനയായിരിക്കണം എന്നർത്ഥം. മോശപ്പെട്ട വായന ബിസ്മി കൊണ്ട് ആരംഭിക്കാൻ പറ്റില്ല. അതെ, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, വെള്ളം കുടിക്കുമ്പോ ബിസ്മി ചൊല്ലൽ സുന്നത്താണ് എന്ന് വിചാരിച്ചാണ് മദ്യം കൂടി കണ്ടു കുടിക്കാവരാണ്. ബിസ്മി ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനായ കരുണാനിധിയായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ മദ്യം കുടിക്കാൻ തുടങ്ങുന്നു. ഇല്ല, അല്ലാഹു അനുവദിച്ച പാനീയങ്ങൾ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമാണ് ബിസ്മി ചൊല്ലേണ്ടത്. ഹറാമായി കഴിക്കുമ്പോ ചെല്ലാൻ പാടില്ല, ഹറാമാണ്. അതുപോലെ ബിസ്മി കൊണ്ട് വായിക്കണം. ബിസ്മി കൊണ്ട് വായിക്കാവുന്ന വായന അല്ലാഹു പൊരുത്തപ്പെടുന്ന വായനയായിരിക്കും, നല്ലത് വായിക്കണം. ബിസ്മി റബ്ബികൽ ലദീ ഖലഖ്, പടച്ചുണ്ടാക്കിയ തമ്പുരാന്റെ പേര് കൊണ്ട് വായിക്കേ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് മനുഷ്യനെ പടച്ചവനാണവൻ. അലഖ് എന്ന വാക്കിനെ കുറിച്ച് തന്നെ തഫ്സീറിന്റെ ലോകം വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അലഖ് എന്ന വാക്കിന് അറബിയിൽ വിശദീകരിക്കാൻ കാണാവുന്ന അർത്ഥങ്ങൾ പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ അലഖ് എന്ന വാക്കിന്റെ അർത്ഥം ഫിറ്റാണ്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചവൻ പടച്ചിരിക്കുന്നു. മിൻ അലഖ്, മാംസപിണ്ഡത്തിൽ നിന്ന്. ഇന്ദ്രിയങ്ങളുടെ രക്തക്കട്ടയായി ആ രക്തക്കട്ട പിന്നീട് മാംസകഷ്ണമായി മാറുകയാണ്, അലഖായി മാറുകയാണ്. അർത്ഥം ശരിയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അല്ലഖ എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടു എന്നാണ്.
മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. അട്ട എന്ന് പറയുന്ന ജീവിയുണ്ട്. അട്ട അറിയില്ല, ശരീരത്തിൽ അല്ലിപ്പിടിച്ച് ചോര കുടിക്കുന്ന ജീവിയാണ് അട്ട. അട്ടയില്ലെന്ന് അട്ട പോലെയുള്ള വസ്തുവില്ലെന്ന് മനുഷ്യനെ പടച്ചവനാണവൻ. അതെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ ഈ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് അട്ടയെപ്പോലെ അല്ലിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രോട്ടീനുകളും ഉമ്മ കഴിക്കുന്ന വെള്ളത്തിന്റെ പ്രോട്ടീനുകളും വലിച്ചെടുത്തുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കുകയാണ്. അട്ടയെപ്പോലെയാണ് അല്ലിപ്പിടിച്ച് കിടന്നുകൊണ്ട് ഭക്ഷണം വേണ്ടവർ കഴിക്കുകയാണ്, ഉഷാറായിട്ട് വരികയാണ്. അലത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചവനാണവൻ. നീ വായിക്ക്, നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണവൻ. അല്ലാഹു ആദ്യം പറയുന്ന വിഷയം എഴുത്തിന്റെയും വായനയുടെയും പ്രസക്തിയാണ്. അല്ലെ, നമുക്കിന്റെ ചരിത്രം, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ കിട്ടിയത് എങ്ങനെയാ? 1500 കൊല്ലങ്ങൾക്ക് ജീവിച്ചു പോയ മുഹമ്മദ് മുസ്തഫ സംഘത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ അവന്റെ എഴുത്തിലൂടെയാണ്. എഴുതി വെക്കുന്ന സ്വഭാവം ഉണ്ടായതുകൊണ്ട് പേനയുടെ പ്രസക്തി തൂലിക അതിപ്രസക്തമാണ്. മനുഷ്യനറിയാത്ത പലതും റബ്ബുതആല മനുഷ്യനെ പഠിപ്പിച്ചു. ഉസ്താദ് അല്ലെങ്കിൽ അധ്യാപകൻ പഠിപ്പിച്ചത് മാത്രമല്ല, മലയാളിക്ക് പറഞ്ഞിരിക്കുന്ന കുഞ്ഞ് മലയാളമേ സംസാരിക്കുന്നുള്ളൂ. ആരാ മലയാളിയുടെ കുഞ്ഞിനോട് മലയാളം സംസാരിപ്പിക്കാൻ? മോനെ, നിന്റെ ഭാഷ മലയാളമാണ്, മലയാളത്തിലെ വാക്കാദ്യം പറയുന്നത് എന്ന് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അറബിയുടെ കുഞ്ഞ് അറബിയെ സംസാരിക്കുന്നുള്ളൂ, ഇംഗ്ലീഷുകാരന്റെ കുഞ്ഞ് ഇംഗ്ലീഷെ സംസാരിക്കുന്നുള്ളൂ. ആര് പഠിപ്പിച്ചു മോനെ ഈ ഭാഷ, ആര് ഈ സംസാരം, ഈ ആക്സന്റ് മോനെ ആര് പഠിപ്പിച്ചു? മനുഷ്യനറിയാത്ത പലതും മനുഷ്യനെ പഠിപ്പിച്ചവനാ റബ്ബുതആല. ആ റബ്ബിനോർക്ക് ആ റബ്ബിന്റെ നാമം വെച്ചുകൊണ്ട് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭമുണ്ടായത്. എന്ന് പറഞ്ഞാൽ വായനയുടെ പ്രസക്തി പറഞ്ഞുകൊണ്ടാണ്, ഇൽമിന്റെ പ്രസക്തി പറഞ്ഞുകൊണ്ടാണ്, വായിക്കണമെന്നും പഠിക്കണമെന്നും അറിവിന്റെ മേഖലയിൽ മുന്നോട്ട് പോകണമെന്നും പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരണം നടത്തിയതെങ്കിൽ ഈ 5 ആയത്തോടുകൂടെ പിന്നെ 3-5 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്നൽ ഇൻസാന ലയത്ഗാ എന്ന ബാക്കി ആയത്ത് ഇറങ്ങുന്നത്. ഈ 5 ആയത്തുകൾ ആദ്യം ഇറങ്ങി, പിന്നെ 3 അല്ലെങ്കിൽ 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്നൽ ഇൻസാന ലയത്ഗാ അർറാ മുസ്തഗ്ന. മനുഷ്യൻ അതിക്രമങ്ങൾ ചെയ്യും, അവൻ വേണ്ടാത്തരങ്ങൾ ചെയ്യും. എപ്പോ? അർറാ മുസ്തഗ്ന, അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തിരക്കേടില്ല, ഞാൻ രക്ഷിച്ചവരായിരിക്കുന്നു, ഇനി എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, സഞ്ചരിക്കാൻ സ്വന്തമായി പരിവട്ട കാറുണ്ട്, സംസാരിക്കാൻ എനിക്ക് ഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്, കാര്യമായിട്ടൊന്നും ഇനി ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് സ്വയം ചിന്തിച്ചു പോകുമ്പോ മനുഷ്യൻ അതിക്രമകാരിയാകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നവെങ്കിൽ മനുഷ്യനെ നമുക്ക് അഹങ്കരിക്കാൻ എന്തു വക? മനുഷ്യനെ അഹങ്കരിക്കാൻ എന്താ വക? എന്താ യോഗ്യത? മുതകബ്ബിറാകാൻ ലോകത്ത് മുതകബ്ബിർ ഒരുത്തനേ ഉള്ളൂ, അവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവർക്ക് യോഗ്യതയുണ്ട്. മനുഷ്യനെ അഹങ്കരിക്കാൻ എന്ത് യോഗ്യത? ഹദീസുകളിൽ കാണാം, മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് മൂത്രം വരുന്ന സ്ഥലത്ത് കൂടെ 2 പ്രാവശ്യം വന്നോനാ മനുഷ്യൻ. ഇവനാ അഹങ്കരിക്കുന്നത്. ആണിന്റെയും പെണ്ണിന്റെയും മൂത്രത്തിന്റെ ഭാഗത്തുകൂടെ, അതിലൂടെയാണല്ലോ മനുഷ്യന്റെ ഉത്ഭവം. 2 മൂത്രാശയത്തിൽ നിന്ന് ആ ഭാഗത്തുകൂടെ വന്ന മനുഷ്യൻ ഇവർക്ക് അഹങ്കരിക്കാൻ എന്ത് യുവക്കൈ അവൻ എന്തിനാ അഹങ്കരിക്കും? അവരിങ്ങനെയാണ് വലിയവനാണ് ഭാവിക്കുക. അത്യാവശ്യം പൈസ ഇല്ലെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ജീവിക്കാൻ സൗകര്യമെന്ന് വിചാരിച്ച് നിന്റെ അകവും നിന്റെ അസ്തിത്വവും നീ പഠിക്കട്ടെ, നീ മനസ്സിലാക്കണ്ടേ. മനുഷ്യന്റെ നിന്ദ്യമായ അവസ്ഥയെ കുറിച്ച് പഠിക്കാൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലേക്ക് ഇങ്ങനെ തുപ്പുകയാണ്. തുപ്പയുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, കാണുന്നില്ലേ തുപ്പുകയും ഇതുപോലെയുള്ള വസ്തുവിൽ നിന്നാണ് നിങ്ങൾ പടച്ചത് എന്ന് റബ്ബ് പറയുന്നുണ്ട്. അറപ്പ് തോന്നുന്ന വെറുപ്പ് തോന്നുന്ന ഒന്നിൽ നിന്ന് വിഭവത്തെ കുറിച്ച് പഠിക്കുക, മനുഷ്യന്റെ അസ്തിത്വത്തെ കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു മനസ്സിലാക്കി. ഒരു വകയില്ല, അല്ലാഹുവിന്റെ ഭൂമിയിൽ വന്ന് അവനെ ഓർത്ത് ജീവിക്കേണ്ടവർ നാം. അതുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവന്റെ ശരീരമല്ല, അവന്റെ മറ്റ് ഭൗതികമായ കാര്യങ്ങളല്ല, അവൻ
അവനിക്ക് മഹത്വം ഉണ്ടാവുക അറിവുണ്ടാകുമ്പോഴാണ്. നിന്റെ രക്ഷിതാവ് അത്യുകാരനാണ്, അവൻ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. ബേസിക്കലായി മനുഷ്യർക്ക് മഹത്വമില്ല, പിന്നെ ഇവിടെ വന്നിട്ട് പല മഹത്വങ്ങൾ കിട്ടിയതാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ, വലിയ ആളാണെന്ന് ഭാവിക്കാൻ നീ ശ്രമിക്കണ്ട. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഒരിക്കലുമില്ല. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരിക്കലും സമമല്ല എന്ന് അള്ളാഹു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ഒരിക്കലും ശരിയാവില്ല. മാത്രമല്ല, അറിവുള്ളവരാണ്, അറിവിന്റെ ആളുകളാണ് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ കാവൽക്കാർ. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് ലോകത്ത് നിലനിർത്തുന്നത്, അത് ലോകത്ത് പ്രചരിപ്പിക്കുന്നത് ഇൽമുള്ള ആളുകളാണ്. അള്ളാഹുവും അവന്റെ മാലാഖമാരും അറിവുള്ളവരും അള്ളാഹു ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ലോകത്തെ സമർത്ഥിക്കുന്നത്, ലോകത്തെ പഠിപ്പിക്കുന്നത് ഇൽമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇൽമുള്ള ആളുകൾക്ക് നൽകപ്പെടേണ്ട മഹത്വം നൽകപ്പെടണം. അത്രമോ ഇൽമിന്റെ മഹാത്മം പരിശോധിക്കുമ്പോ നമുക്കറിയാം, നബിയുനാ സുലൈമാൻ ഇൽമിന് വലിയ പ്രസക്തിയുണ്ട്. എന്ന സമുദായം കുറച്ച് പൈസ ഉണ്ടായിക്കഴിഞ്ഞതല്ല, അതാണ് പണമാണ്, പണാധികാരമാണ് സർവസ്വം എന്ന് ചിന്തിക്കുന്ന പണക്കാരൻ ആലിമിനെ പോലും പതിക്കുന്ന അഭിശക്തമായ ലോകത്താണ് ജീവിക്കുന്നത്. പണക്കാരനാണ് ഇൽമിനെ, ഇൽമുള്ളവരെ നിയന്ത്രിക്കുന്നത്. ഏറ്റവും വലിയ അപജയമാണ് കഴിഞ്ഞ കാല ഉമറായെ കുറിച്ച് പഠിച്ചു നോക്ക്. കഴിഞ്ഞ കാല നേതാക്കന്മാരെ കുറിച്ച് പഠിച്ചു നോക്ക്. ആലിമിങ്ങളോട്, ഉലമാക്കളോട് അരിചാരി നിൽക്കുന്ന ഉമറാക്കൾ ഏത് വിഷയവും ഉലമാക്കളോട് ചോദിച്ചിട്ടേ ഉമറാക്കൾ കാര്യങ്ങൾ ചെയ്യാറ് പറയാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നേരെ മറിച്ച ആലിമെന്ന് പറയണമെന്ന് പോലും തീരുമാനിക്കരുത് ഉമറാക്കളായി മാറിയ കാലം. ഉമറാക്കളാണ് സർവസ്വം. ആലിം എന്ത് പറയണമെന്ന് പറയാൻ പാടില്ല. പറയല്ല എന്ന് പറഞ്ഞാൽ ഉടനെ നടപടികളെടുക്കേണ്ട രീതിയിലേക്ക് ഇഷ്ടമില്ലാത്ത അരോചകമായ വല്ലതും പറഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ അത് ഏറ്റവും മോശമാണ്. ഇൽമുള്ളവർ ഒരിക്കലും ആലിമീങ്ങൾ പണക്കാരന്റെ പണപ്പട്ടിക കാത്തിരിക്കേണ്ടവനല്ല, പൈസയ്ക്കനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവനല്ല. ശക്തമായ ആരോപണം പറയാൻ കഴിയണം. ഇൽമിന്റെ പ്രസക്തിയും ബഹുമാനം അതാണ്. നമുക്കറിയാം, നബിയുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സുലൈമാൻ നബി ബിൽഖീസ് കാലിക്ക് ശേബാ രാജകുമാരി കത്തെഴുതി. എന്ത് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ അങ്ങോട്ട് വന്ന് ആക്രമിക്കും മുമ്പ്, ഞങ്ങൾ രാജ്യം കീഴടക്കും മുമ്പ് ഞങ്ങൾ വന്നാൽ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് മുസ്ലിമായിട്ട് വരണം. ബിൽഖീസ് രാജ്ഞി കത്തെഴുതിയപാടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുസ്ലിമാകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ശേബാ രാജകുമാരി ബിൽഖീസ് രാജ്ഞി വിശ്വാസിനിയായിക്കൊണ്ട് സുലൈമാന്റെ ദർബാറിലേക്ക് വരാൻ പോവുകയാണ്. വരാൻ പോകുന്നുണ്ട് എന്ന് വിവരം കൊട്ടാരത്തിലെത്തി. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കീഴ്പ്പെടുത്തപ്പെട്ട പ്രവാചകനാണ്. സുലൈമാൻ നബിയുടെ പരിചാരകയിൽ പട്ടാളക്കാർ ഏറിയപ്പോഴും പണിക്കാരിൽ ഏറിയപ്പോഴും ജിന്നുകളായിരുന്നതാണ്. ജിന്നുകളെ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പറ്റോ? കീഴ്പ്പെടുത്താൻ പറ്റും. മനുഷ്യൻ വളർന്നാൽ മലക്കിനേക്കാളും വളരും. മോശമായാലോ ഇത്ര കെട്ട സാധനം വേറെ ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ. നല്ല സാധനം മോശമായാൽ പിന്നെ പറയേണ്ട, അടുത്ത് പോയി നോക്കാൻ പറ്റില്ല. മനുഷ്യൻ ഉയർന്നാലോ എല്ലാവരുടെ കാൽക്കീഴിൽ വരും. സുലൈമാൻ നബിയുടെ പരിചാരകർ ഏറിയപ്പോഴും ചിന്തകളായിരുന്നു. സുലൈമാൻ നബിയുടെ പല തൊഴിലാളികളും ചിന്തകളായിരുന്നു. അപ്പൊ തന്നെ ദർബാർ വിളിച്ചുകൂട്ടി. ശേബാ രാജകുമാരി വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു അത്ഭുതം കാണിക്കണം. ബിൽഖീസ് രാജ്ഞിയെ ഒന്ന് അത്ഭുതപ്പെടുത്തണം. എന്താ? തന്റെ ദർബാർ വിളിച്ചുകൂട്ടി പരിവാരങ്ങളോട് ചോദിച്ചു. ജനങ്ങളെ, രാജകുമാരി ശേബാ രാജകുമാരി വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യം ചെയ്യണം. രാജ്ഞി ഇവിടെ എത്തും മുമ്പ് അവരുടെ സിംഹാസനം, രാജ്ഞിയുടെ സിംഹാസനം ഇവിടെ എത്തിക്കണം. ആര് തയ്യാറുണ്ട്? ഒരുപാട് കിലോമീറ്റർ ദൂരെയുള്ള അങ്ങപ്പുറത്തെ രാജ്യത്തെ ഭരണം നടത്തുന്ന രാജ്ഞിയുടെ കൊട്ടാരം അവര് വരും മുമ്പ് സുലൈമാനുടെ കൊട്ടാരത്തിലെത്തിക്കണം. ആര് തയ്യാർ?
مقامك وإني عليه لقوي أمين. ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു. ഇഫ്രീത്ത് ജിന്ന് വർഗത്തിലെ ഒരു ജിന്നാണ്, നല്ല ശക്തിയുള്ള ജിന്നാണ്. ആ ജിന്ന് പറഞ്ഞു, ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് ഞാൻ കൊണ്ടുവരാം. ഇഫ്രീത്ത് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന ഈ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കും മുമ്പ്, ഈ ദർബാർ പിടിക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതിന് ശക്തിയുണ്ട് എനിക്ക്, വിശ്വസ്തനാണ് ഞാൻ, പറഞ്ഞ കാര്യം ചെയ്തേക്കും, ഒരു സംശയം വേണ്ട. സുലൈമാൻ നബിക്ക് ആ മറുപടി അത്ര ഇഷ്ടമായില്ല. അതിന് മുമ്പ് ആരെങ്കിലും ചെയ്യോ? ആരെങ്കിലും ഈ ദർബാർ പിരിയും മുമ്പ് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കും മുമ്പ് ആരെങ്കിലും കൊണ്ടുവരുമോ? സുലൈമാൻ നബിയുടെ ചോദ്യം ആവർത്തിച്ചു. ആരെങ്കിലും വേറെ ആരെയും കൊണ്ടുവരാൻ തയ്യാറുണ്ടോ? കിതാബുകളെ കുറിച്ച് പരിജ്ഞാനമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. അടച്ചു പിടിച്ചിരിക്കുന്ന കൺപോള പുറത്തു മുമ്പ് ഞാൻ കൊണ്ടുവരാം. ആരാ മനുഷ്യൻ? വിവരമുള്ളയാളാണ്, കഴിവുള്ളയാളാണ്, ഇൽമിന്റെ മഹത്വമാണ്. ഇൽമുണ്ടായാൽ ഇത്തരം കാര്യങ്ങൾ വരെ സുസാധ്യമാകാം. ആസക്തിവന് ഭക്തിയ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനാണ്, അലിമായ ആളാണ്. അടച്ചുപിടിച്ച കൺപോള തുറക്കു മുമ്പ് കൊണ്ടുവരാം. ദർബാർ പിരിയാൻ നിൽക്കണ്ട. സുലൈമാൻ നബി കൊണ്ടുവാ എന്ന് പോലും പറയാനൊന്നുമില്ല. കൊണ്ടുവാ എന്ന് പറയാൻ ഒരു സെക്കൻഡ് വേണം, അല്ലെ? പിന്നെ ഖുർആൻ പറയുന്നത്, ബാക്കി പറയുന്നത് പിന്നെ നോക്കുമ്പോ കാണും മുന്നിൽ തന്നെ കൊട്ടാരുണ്ട്, സിംഹാസനം എത്തിയിട്ടുണ്ട്. കൊണ്ടുവാ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് വേണം. എന്നാൽ അര സെക്കൻഡ് കൊണ്ട് കൺപോൾ അടച്ചു തുറക്കും മുമ്പ് മൈക്രോ സെക്കൻഡുകളെ കൊണ്ട് പരിശുദ്ധമായ ബിൽഖീസിന്റെ കൊട്ടാരം മുന്നിലെത്തി. കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ദർബാർ രാജാ അർശ് തന്റെ സിംഹാസനം, രാജ്ഞിയുടെ സിംഹാസനം മുന്നിലെത്തിയിരിക്കുന്നു. തന്റെ മുമ്പിൽ കണ്ടപ്പോൾ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഉദാഹരണപ്പെട്ടതാണ്. എന്റെ കഴിവൊന്നുമല്ല, എന്റെ യോഗ്യതയൊന്നുമല്ല. ആവശ്യപ്പെടുമ്പോൾ തന്നെ ഈ സിംഹാസനം എത്തിയിരിക്കുന്നു. ഇനി എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ ഫദ്ലിൽപ്പെട്ടതാണെന്ന് നബിയുനാ സുലൈമാൻ. ഒരുപാട് വിഷയങ്ങൾ ഈ ആയത്തിന്റെ ഭാഗമായി പഠിക്കാനുണ്ട്. ഒന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോ മനുഷ്യരിൽപ്പെട്ട അറിവുള്ളയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ജിന്ന് വർഗത്തിന് ഇത്തരം കഴിവുണ്ട്. ജിന്ന് വർഗത്തിന് ഇത്തരം എത്ര പ്രകാശവർഷമാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും ഓൺ ദ സ്പോട്ടിൽ പോയി വരാനും കാര്യങ്ങൾ എത്തിക്കുവാനുള്ള കഴിവ് ജിന്ന് വർഗത്തിനുണ്ട്. അത് എനിക്ക് നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് സംശയിച്ചിരുന്ന ആളുകളോട് തെളിയിച്ച കാര്യമാണ്, അല്ലെ? ജിന്നുണ്ടോ സംശയിച്ച ആൾക്കാർ വരെ ജിന്നുണ്ട് തെളിയിച്ചു മാത്രമല്ല നമ്മളെക്കാളും വലിയ ശൂന്യായിട്ട് മാറിയിരിക്കുകയപ്പോ. എന്ന് ബാത്റൂമിൽ കയറി ഒരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ. അർത്ഥം, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇവർ കുറെ കാലം ബാത്റൂം പോയി ഒരു ശൈത്താൻ ഇന്നേവരെ അവരാരും കണ്ടിട്ടില്ല. അവർ പറഞ്ഞ് എന്ത് വിട്ടിട്ടായി പറയുന്നത്? എന്ത് ആൺപിശാച്ച്, എന്ത് പെൺപിശാച്ച്. പഴയ കാലത്തെ വീട്ടിനകത്തും പുറത്തുമല്ല ബാത്റൂം. ഡാക്ടർ എവിടെയെങ്കിലും ഇരിക്കും, ഒരു ചെറിയ രണ്ട് കല്ല് വെച്ചിട്ട് അവിടെ ഇരിക്കലാണ്, രണ്ട് മരം അട്ടി വെച്ചിട്ട് മുകളിൽ ഇരിക്കലാണ്. അവിടെ ചെന്ന് ഇരിക്കുമ്പോഴേക്കുള്ള ബുദ്ധിമുട്ടെന്താ? മുമ്പുള്ള ആവേശം അവിടെയുണ്ട്. അതുകൊണ്ട് കൊതുകിങ്ങനെ പാടുന്നുണ്ടാകും. ഒന്ന് ഇരിക്കുമ്പോഴേക്ക് കൊതുക് വന്ന് കൊതിയും. അവരർത്ഥം വെച്ചു, ഏറ്റവും ഇന്നത്തെ ബാത്റൂമിൽ ഏറ്റവും വലിയ ശല്യം ആൺകൊതുകും പെൺകൊതുകാണ്. എന്ത് ആൺപിശാച്ച്, എന്ത് പെൺപിശാച്ച്. അല്ലാഹുവേ പടച്ചവനെ, ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. നല്ല അർത്ഥം, ഇതിന്റെ ഫിറ്റായ അർത്ഥം ആണ്. കൊതുകിന്റെ ശല്യം മര്യാദ സ്വസ്ഥമായിട്ട് രണ്ടിനൊക്കെ ഇരിക്കാൻ വിചാരിച്ചാൽ ഇരിക്കാൻ പോലും പറ്റാതെ കൊതുക് നോക്കിക്കൊണ്ടോടുക. അത്രയും ശല്യാണ്. നല്ല അർത്ഥം. കാലങ്ങൾ കഴിഞ്ഞു. ബാത്റൂം വീട്ടിന്റെ മുറ്റത്തെത്തി. മുറ്റത്ത് നിന്ന് വീട്ടിന്റെ അറയുടെ ഉള്ളിലേക്കെത്തി. ബാത്റൂമൊക്കെ ക്ലീൻ, യാതൊരു കുഴപ്പമില്ല.
കൊതുകുമില്ല, അടുക്കളയിലെ പാത്രത്തെക്കാൾ ക്ലോസറ്റ് നിർത്തി, ഒരു കൊതുകുമില്ല, കൊതുകൊക്കെ പോയി. അപ്പൊ ഒരു ചിന്തിച്ചറിയാം, ഇനി ആൺകൊതുക് പെടുന്നത് എന്താ ചിന്തിക്കുക, എന്താ പറയാ. ചേളാറിയിലെ അവരുടെ സാലിവേഷൻ സെന്റർ വെച്ചുകൊണ്ട് പഠിച്ചപ്പോ മനസ്സിലായി, ശരിയാണ്, അത്ര ശരിയല്ല. ജിന്നുവർഗത്തെ കുറിച്ച് പഠിച്ചു, മനസ്സിലാക്കി. പഠിച്ചിട്ട് അവരെ പറഞ്ഞു, ജിന്നുകളുണ്ട്, ശൈത്താനുണ്ട്. മാത്രമല്ല ജിന്ന് മനുഷ്യന്റെ വീട്ടിൽ കൂടും എന്ന് മാത്രമല്ല ശൈത്താനും കൂടും. കൂടിക്കഴിഞ്ഞാൽ ഇവയെ പുറത്താക്കാൻ ഒരു ഡോക്ടർക്കും കഴിയൂല. ഇവയെ പുറത്തെടുക്കാൻ ദിക്റേ പരിഹാരമുള്ളൂ, ഖുർആനേ വഴിയുള്ളൂ, അതിന് മന്ത്രിക്കലേ വഴിയുള്ളൂ. മന്ത്രിച്ചാൽ മാത്രം മതിയാവില്ല. ചിലപ്പോ സ്ട്രോങ് ജിന്നാണെങ്കിൽ ശൈത്താനാണെങ്കിൽ എവിടെയാണോ കൂടുതൽ അവരെ ഫോക്കസ് ചെയ്ത് PVC പൈപ്പ് വെച്ചിട്ട് മന്ത്രിക്കുന്നുണ്ട് ചിലപ്പോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അടുക്കളയിലെ ഉമ്മയുടെ പറഞ്ഞു, പെങ്ങളെ മത്തിയെ തലീന വാങ്ങിയിട്ട് നീ മുറിച്ചിട്ട് വേസ്റ്റ് പുറത്തേക്ക് ഒഴിക്കുമ്പോ ശ്രദ്ധിക്കണം. നീ വേസ്റ്റ് ഒഴിക്കുമ്പോൾ ഒരു പക്ഷേ ശൈത്താനെ നേരെ തട്ടിയാൽ നിന്നെ വെറുതെ കൊടുക്കില്ല, ബുദ്ധിമുട്ടിക്കും, ശ്രദ്ധിക്കണം. ഡ്രൈവറോട് പറഞ്ഞ, ഡ്രൈവറെ വണ്ടി വേഗെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ബാക്കിലെങ്ങാണ്ട് ചിഹ്നുണ്ടെങ്കിൽ തട്ടിപ്പോയാൽ നിന്റെ വണ്ടി ആക്സിഡന്റ് ആവും. അല്ലെ, നമ്മളെക്കാളും ഉഷാറായി ജിന്ന് വർഗത്തിന് വളരെ അത്ര ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. ജിന്ന് വർഗത്തിന്റെ കഴിവാണ്. അതുകൊണ്ടാണ് ജിന്ന് വർഗത്തിൽപ്പെട്ട ജിന്ന് വർഗത്തിനെ അത്ര ഒരു കഴിവുണ്ട്, പെട്ടെന്ന് കാര്യം ചെയ്യാൻ. അവർക്ക് പാസ്പോർട്ട് വിസയൊന്നും ആവശ്യമില്ല, ഓൺ ദ സ്പോട്ട് അമേരിക്ക പോയി വിട്ട് വരാനും ചെയ്യാനൊക്കെ പറ്റും. അള്ളാഹു ഒരുപാട് ആയുസ് കൊടുത്തിട്ടുണ്ട്. ജിന്നുകൾക്ക് 500, 600, 700 ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജിന്നുകൾക്ക് ആയുസ് കാണാം. അള്ളാഹു ആയുസ് കൊടുത്ത വിഭാഗമാണ്. എന്നാൽ മനുഷ്യരിൽപ്പെട്ട അറിവുള്ള ഒരാളെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? മനുഷ്യർക്ക് അങ്ങനെ ജന്മനാവിന് കഴിവില്ല, മനുഷ്യവർഗത്തിന് അങ്ങനെ കഴിവില്ല. പെട്ടെന്ന് പോയി ഒരാൾ കാര്യം ചെയ്യാതെ വിളിച്ചിട്ടുണ്ടോ? പക്ഷേ അതുകൊണ്ടാണ് മനുഷ്യവർഗത്തിൽപ്പെട്ട കിതാബിനെ കുറിച്ച് പഠിക്കാനുള്ള ആൾ പറയാതിരുന്നത്. മനുഷ്യവർഗത്തിന് അങ്ങനെ കഴിവില്ല, ജിന്നുവർഗത്തിനുണ്ട്. പക്ഷേ ആസഫ് ഇബ്നു ബർഖിയ എന്ന മഹാനായ വിദ്യാഭ്യാസം അറിവുള്ള ഇയാൾക്ക് എങ്ങനെ സാധിച്ചു? അയാൾക്ക് ഇൽമു കൊണ്ട് സാധിച്ചതാണ്. അങ്ങയുടെ കൺപോണ അടച്ചു തുറക്കും മുമ്പ് സിംഹാസനം ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരികയും ചെയ്തു. എങ്ങനെ സാധിച്ചു? ഇത് അറിവിന്റെ മഹത്വമാണ്. ഉള്ളപ്പോൾ പടച്ചവൻ കൊടുത്ത കഴിവാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അറിവുള്ള ആളുകൾ, വിവരമുള്ള ആളുകൾ, അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ പല നിലക്കുള്ള കഴിവുകളും ലോകത്ത് കാണിച്ചതായിട്ട് കാണാൻ കഴിയും. ഇത് ഇൽമിന്റെ മഹത്വമാണ്, അള്ളാഹു കൊടുക്കുന്ന ഇൽമിന്റെ മഹത്വമാണ്. അതുകൊണ്ട് ഇൽമിന് വലിയ പ്രസക്തിയും അതുവഴി ലോകത്ത് അസാധ്യമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും സുസാധ്യമാക്കാൻ അറിവുള്ളവരെ കൊണ്ട് കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അറിവുള്ളവർക്ക്, അറിവ് തേടിപ്പോകുന്നവർക്ക്, വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, വിദ്യയെ അഭ്യസിക്കാൻ അതിനുവേണ്ടിയുള്ള പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, ആകാശലോകത്തുള്ള എല്ലാ മാലാഖമാരും, മാത്രമല്ല കടലിനടിയിലെ മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കും ജനങ്ങൾ ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കും മാലാഖമാരും എന്ന കടലിനടിയിലെ മത്സ്യങ്ങൾ പോലും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ യുഖ്തിൽ ഹിക്മത മൻ യശാ വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കതീറാ. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന അറിവ് ഇഷ്ടമുള്ളവർക്ക് നൽകുള്ളൂ. അത് നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കതീറാ, അപ്പോൾ ധാരാളം ഖൈറാണ്, വലിയ നന്മയാണ് പടച്ചവർക്ക് നൽകിയതെന്ന് മനസ്സിലാക്കണം. ഇൽമ് കിട്ടുക, അറിവുണ്ടാവുക, അത് ശമ്പളം വാങ്ങാനല്ല, ജോലിക്കൊന്നും വേണ്ടിയല്ല. നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഇന്ന് സാലറി ഓറിയന്റഡ് എഡ്യൂക്കേഷനാണ്. ശമ്പളം നോക്കിയിട്ടാണ് ഏത് കോഴ്സിന് പോകണം തീരുമാനിക്കുന്നത്, അല്ലെ? മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ എന്താ പറഞ്ഞത്? മക്കളെ പഠിക്കണം, നല്ല മോനാവണം, നല്ലവനാകാൻ വേണ്ടിയാണ് പഠിച്ചിരുന്നത്, നല്ല ആളാകാൻ വേണ്ടിയാണ്. കൾച്ചർ ഓറിയന്റഡ് ആയിരുന്നു, കൾച്ചർ ഉണ്ടാകാൻ വേണ്ടി പഠിച്ചിരുന്നത്. ഇന്ന് മാറി. കുറച്ചു മുമ്പ് ജോബ് ഓറിയന്റഡ് ആയിരുന്നു. ജോലി ഏത് കോഴ്സ് ചെയ്താൽ ജോലി കിട്ടും, ആ ജോലിക്ക് ആ കോഴ്സിന് വേണ്ടി പോകുന്ന അവസ്ഥയായിരുന്നു. അത് മാറി. ജോലിയുടെ വില വിഷയം, ഏത് ജോലിയാണ് തിരക്കില്ല, ശമ്പളം കൂടുതലാണ്, സാലറി ഓറിയന്റഡ്
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമ് അങ്ങനെയൊന്നുമല്ല. ഇൽമ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരിലുണ്ടായിരിക്കേണ്ട ഗുണമാണ്. അതാണ് അവരുടെ വില. ഇൽമിന്റെ മനുഷ്യന് യാതൊരു പ്രത്യേകതയുമില്ല. യൂസനു മിനാഉൽ ഉലമാഇ ബിദമി ശുഹദാ. ഉലമാഇന്റെ മശിതുള്ളികൾ ശുഹദാക്കളുടെ രക്തത്തോടാണ്, രക്തത്തുള്ളിയോടാണ് അല്ലാഹു തആല തൂക്കുക. നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എഴുതി വെക്കുന്ന ഇൽമിന്റെ കുറിപ്പുകളിലെ അതിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ മശിതുള്ളിയെയും റബ്ബ് തആല കമ്പയർ ചെയ്യുന്നത്, റബ്ബ് തആല തൂക്കി നോക്കുന്നത് ബിദമി ശുഹദാ, ഷഹീദന്മാരുടെ രക്തസാക്ഷിയുടെ രക്തത്തോടാണ്. അങ്ങനെയാണ്, അത്രയും വലിയ പുണ്യമുള്ളതാണ് ആലിമിന്റെ മശത്തുള്ളികൾ, അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കുൻ ആലിമ ഔ മുതഅല്ലിമ ഔ മുസ്തമിഅ ഔ മുഹിബ്ബ വലാ തകുൻ ഖാമിസ. നീ ആലിമാവണം, പഠിച്ച വലിയ ആളാവണം. ഔ മുതഅല്ലിമ, അല്ലെങ്കിൽ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. മുതഅല്ലിമായി മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. ഔ മുസ്തമിഅ, അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഇൽമ ശ്രദ്ധിച്ച് കേൾക്കുന്നയാളാകണം. അതിനുള്ള ചാൻസ് ഇല്ല. വാഴ കേൾക്കാനുള്ള ചാൻസ് ഇല്ല. ഊട്ടിക്ക് പോകാൻ ചാൻസ് ഇല്ല. ഏതോ ഒരു ഓണം കയറാൻ പോലെയാണ്. അവിടെ ടെക്നോളജി ചെയ്യില്ല, ഓഡിയോ വീഡിയോ ഒന്നുമില്ല. ഔ മുഹിബ്ബ, ഇത് കേൾക്കാൻ സാധ്യമല്ലെങ്കിൽ ഇൽമുള്ളവരെ, ആലിമീങ്ങളെ, ഇൽമിനെ സ്നേഹിക്കുന്നവനായി നീ മാറണം. വലാ തകുൻ ഖാമിസ, ഇതല്ലാത്ത അഞ്ചാമനായി നീ മാറരുതേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകിൽ പഠിച്ചു വലിയ ആലിമാവണം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കിട്ടുമ്പോഴൊക്കെ അറിവ് കിട്ടും എന്ന് കാണുമ്പോഴൊക്കെ അത് പോയി ശ്രദ്ധിച്ച് കേൾച്ച് മനസ്സിലാക്കുന്ന അമൽ ചെയ്യുന്ന ആളാവണം. അതിനും സാധ്യമല്ലേ ഇൽമിനെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാകണം. ഇൽമുമായി, മുതഅല്ലിമീങ്ങളുമായി, ആലിമീങ്ങളുമായി ഇൽമിനോട് സ്നേഹമില്ലാത്തവനായി അഞ്ചാമനായി നീ മാറാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ആലിമീങ്ങൾക്ക് പടച്ചോൻ ശരിക്കും ഭയപ്പെടാൻ പറ്റുന്നു. അല്ലാഹുവിനെ മനസ്സിലാക്കുന്നവരാണ് റബ്ബിന്റെ, അവന്റെ റഹ്മത്തും അവന്റെ വിശാലമായിരിക്കുന്ന റഹ്മത്തും മാത്രമല്ല അവന്റെ വഹദാനിയത്ത് മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹുവിനെ ശരിക്കും ആരാധിക്കാനും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൽമ് സമുദായത്തിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ്. അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തിയാലും ദുരുപയോഗം ചെയ്താലും, ഇൽമിനെ ദുരുപയോഗം ചെയ്തു, അതിനെ ദുരുപയോഗം ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി, അതിന്റെ പ്രാധാന്യം അത്ര വകവെച്ചു കൊടുത്തില്ല, എന്നാൽ ഉമ്മത്തിന് നാശമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. അപ്പോ അറിവ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ആധാരമാണ്, ആധാരശിലയാണ്. ഇനി സമ്പത്ത് എന്താ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബാ വഖൈറുൻ അമലാ. അൽമാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഈ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. ഈ ലോകത്തിന്റെ അലങ്കാരം, ഒരു ജീവിതത്തെ ഒന്ന് മോടി പിടിപ്പിക്കാൻ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സമ്പത്തും സന്താനങ്ങളും. കുറെ മക്കളുണ്ടായി, നല്ല മക്കളാവണേ. ഇതിപ്പോ നമ്മളൊക്കെ കാഴ്ചപ്പാടേ മാറിയല്ലേ. മുമ്പൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ രണ്ട് നമുക്ക് രണ്ട്, ഓരോന്നും കൂടി പറയണം നമ്മൾ രണ്ട്, ഞാൻ ഭർത്താവ്, ഞാൻ ഭാര്യ, രണ്ടാൾക്കാർ, രണ്ട് മക്കൾ മതി, ഒന്നെനിക്കൊന്ന് മതി. ഇപ്പൊ പറഞ്ഞു സ്നേഹം കൂടി, ഒന്നും രണ്ടാണ്, നമ്മളൊന്നും ഒന്നാണെന്ന് പറയുകാലല്ലേ അല്ലേ. അപ്പൊ ഭായി നമ്മളൊന്ന്, നമുക്കൊന്ന് മതി, രണ്ട് മണ്ഡലത്തിൽ കൊണ്ടുവരാനാവില്ല, ഒന്നായി. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെന്ത്, നമുക്കെന്ത്, എന്തിന് മക്കൾ, എന്തിന് ഫാമിലി, എന്തിന് കുടുംബം, എന്ന് ഒരേ പെണ്ണ്, ആരും ആവാം, എപ്പോഴും ഇങ്ങനെയാവാം, അത് കുഴപ്പമില്ല. ചെലവെടുക്കേണ്ട ആവശ്യമില്ല, പൈസ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. അങ്ങനെ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഇസ്ലാമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നന്നായി പ്രസവിക്കുന്നവർ നിക്കാഹ് ചെയ്യണം. മക്കൾ ഒരുപാടുണ്ടാവൽ നല്ല സമ്പാദ്യമാണ്, ദുനിയാവിലെ വലിയ സമ്പാദ്യമാണ്. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ് സമ്പത്തും സന്താനവും. മക്കളുണ്ടാവാൻ നല്ല പൊസിഷനിലായാൽ 10 മക്കളുണ്ട്, 10 മക്കളും നല്ല പോസ്റ്റില്, പാപ്പാക്കി മെഴുകി നടത്തോടെ, എഞ്ചിനീയർ, ഒരു മോൻ ഡോക്ടർ, ഒരു മോനെ MBA, മറ്റൊരു മോൻ നല്ലൊരു ആലിമൻ,
ഇങ്ങനെ 10 ആൾ 10 പോസ്റ്റില് നല്ല ആരംഭ നമ്മളാചിക്കാനും പോണെ അത് നമ്മളാചിക്കാനും പോണെ വാപ്പാന്റെ 10 ഏക്കർ സ്ഥലങ്ങൾ പോലെയായി അല്ലെ. ഇന്ന കണ്ടാലോ പറയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ നിലപാടിനെ മോശപ്പെട്ട മക്കൾ മോശമാണത്. മക്കളെ പരിപാലിക്കേണ്ട പോലെ പരിപാലിച്ചാൽ നമുക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മക്കൾ കൊടുക്കേണ്ട സ്നേഹം കൊടുത്തുകൊണ്ട് അവരെ മതപരമായി ചിരിക്കാനും മതപരമായി മുന്നോട്ട് പോകാനും അവർ നിർബന്ധിച്ചാൽ ആ മക്കളൊക്കെ നല്ല മക്കളാകും. എല്ലാ മക്കളും ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും കഴിയുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇന്ന് വളർന്നു വന്ന യുവാക്കളിലൊക്കെ നല്ല യുവാക്കളുണ്ട്. നമ്മളൊരു പക്ഷേ ഒന്നടങ്കം നമ്മുടെ യുവസമൂഹത്തെ കുറ്റപ്പെടുത്താറുണ്ട്. വളർന്നു വരുന്ന യുവാക്കളിൽ ഒരു പക്ഷേ നല്ല യുവാക്കളുണ്ട്, നല്ല ദീനീബോധമുള്ള മക്കളുണ്ട്. പക്ഷേ അവർക്ക് ആ ദീനീബോധവുമായി ജീവിക്കാൻ പറ്റുന്ന സാമൂഹ്യ പശ്ചാത്തലമില്ല. ചിലപ്പോൾ അതിനാദ്യം അടക്കമൊക്കെ സ്വന്തപ്പേ അല്ലെ. വിശുദ്ധ ഇസ്ലാമിൽ നിലക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം തുടക്കം വെക്കാറ് സ്വന്തം ബാപ്പാക്ക് 7 മക്കള്. 7 മക്കളിൽ 4 ആണ് 3 പെണ്ണും. 3 പെണ്ണുങ്ങളെ കെട്ടിച്ചു. ഇഷ്ടംപോലെ സ്വർണ്ണം പൈസ കൊടുത്താൽ കെട്ടിച്ചത്. ആദ്യത്തെ മോൻ പഠിച്ചതല്ല, ഇപ്പം എല്ലാം കഴിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനിടത്ത് തീരുമാനിട്ട് ഞാൻ എന്തായാലും സ്ത്രീധനമാകില്ല. ബാപ്പാട് വന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ള പ്രസംഗം കേട്ട് ആവേശം കൊണ്ട് വാങ്ങാൻ തീരുമാനിച്ച് കല്യാണം ആലോചിച്ചുകൊണ്ട് ബാപ്പ പറഞ്ഞു, എന്താ സ്ത്രീധനം നിനക്കാണ് എനിക്ക് വേണ്ട, അതെനിക്ക് വേണ്ട, ഞാൻ വാങ്ങൂല എന്ന് പറഞ്ഞ് ബാപ്പ പറയാം, നീ എന്തിനാ പറഞ്ഞത്? നീ ആരെ കണ്ടാ പറഞ്ഞത്? നീ ആരെ ഉപദേശം കണ്ടത്? നിന്റെ 3 പങ്കന്മാരെ പഠിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ കൊടുത്തിട്ടേ കെട്ടിച്ചത്, എനിക്ക് കിട്ടണ്ടേ? ആരായവരെ ഓനാണോ ബാപ്പയാണോ? നല്ലവരായി ജീവിക്കാൻ പലപ്പോഴും പ്രായം ചെന്നവർ സീരിയസ് തന്നെ എതിരാകുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. മക്കൾക്ക് ആ നല്ല മക്കൾക്ക് അവർക്കുള്ളത് നല്ല ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ പ്രാക്ടിക്കൽ മേഖല കൊണ്ടുവരാൻ പറ്റിയ ചാൻസ് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. എല്ലാ മക്കളും ദീനിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പക്വമായ അവസ്ഥയിലാണ് പിറന്നു വീഴുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ ആ മക്കളെ യഹൂദിയോ നസ്രാനിയോ മജൂസിയോ ആക്കുന്ന ആരാ? സ്വന്തം ബാപ്പയും ഉമ്മയുമാണ്. സമൂഹമാണ് എന്നാണ് പറഞ്ഞത്. അവന്റെ ഉമ്മയും ഉപ്പയുമാണ്. യഹൂദിയാക്കുന്നു, അല്ലെങ്കിൽ നസ്രാനി സംസ്കാരം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ മജൂസിയാകുന്നു. ആരാ? മാതാപിതാക്കളാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളുണ്ടാവണം. ദുനിയാവിന്റെ സമ്പാദ്യമാണ്. അങ്ങനെ 1-2 മക്കളായിട്ട് പ്രസവം നിർത്തിയിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുന്ന അത്ര ജന്മം പരിശോധിച്ച് നോക്കിയേ ഉണ്ടോ? അല്ലാഹു നൽകുന്ന മക്കള് എന്തിന് നാം വേണ്ടത് വെക്കണം? മാത്രമല്ല അവരെ പോറ്റാൻ നീ എന്തെല്ലോ ആ മക്കൾക്ക് വായിക്കാൻ നീ നിന്റെ അധ്വാനം നീ ചെയ്യേണ്ട പണി ചെയ്യണം. അല്ലാഹു ലിസ്റ്റിന്റെ വാതായനം തുറന്നു തരും. മക്കൾ ഒരുപാടുണ്ടായിട്ട് പട്ടിണി കിടക്കുന്നത് ആരും കേൾക്കൂല. മക്കൾ കുറഞ്ഞു പോയതുകൊണ്ട് ഭയങ്കര അല്ലെ അങ്ങനെയാണത്. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം ഉണ്ടോ? എനിക്കറിയാവുന്ന എന്റെ കുടുംബത്തിൽപ്പെട്ട കുറെ പിന്നെ വേണ്ടപ്പെട്ടവരുണ്ട്. 1-2 മക്കളെ ഉള്ളൂ. ഒരു സന്തോഷമില്ലാതെ മാത്രമല്ല, ഒരു പക്ഷേ 7 മക്കളുള്ള എന്റെ ബാപ്പയും എന്റെ ഉമ്മയും അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഒരു 100-ൽ 10% പോലും അവർ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയാം. അള്ളാഹു നൽകേണ്ടതാണില്ല. അള്ളാഹു നൽകുന്ന ഒന്നിൽ നമ്മൾ തടസ്സം ശ്രദ്ധിക്കാൻ, നമ്മൾ മാർഗ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ് സമ്പത്തും സന്താനങ്ങളും. അലങ്കാരമാണ്. ജീവിതത്തിന് വേണ്ടി നിർബന്ധമാണോ? നിലനിൽപ്പുമായി മനുഷ്യന്റെ നിലനിൽപ്പുമായി സർക്കാരിനോ അല്ലെങ്കിൽ മക്കൾക്കോ ബന്ധമില്ല. പക്ഷേ അത്യാവശ്യ സമ്പത്തുണ്ട്, അതുപോലെ മക്കളുണ്ട്. നല്ല ഉഷാറായി നല്ലൊരു ജീവിതം, ഒരു സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകും. അത് ഡെക്കറേഷനാണ്, അലങ്കാരമാണ്. മാലിന്യ സമ്പത്തിനെ ഇസ്ലാമികളെ കാണുന്നതിൽ നാം ഉയർത്തണം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ഔഫ് അൻസാരി തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹ്റൈനിലേക്ക് ജിസിയ പിരിക്കാൻ വിട്ടു. ബഹ്റൈനിൽ പോയി ജിസിയ പിരിച്ചു കൊണ്ടുവരാൻ അബൂ ഹുറൈറ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ
فقدم بمال من البحرين ബഹ്റൈനിൽ നിന്ന് നല്ല സ്വന്തമായിട്ട് ജിസിയ പിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബൈദ വന്നു. ജിസിയ വന്നാൽ അനിമത്തിൽ മുതൽ വന്നാൽ റസൂലുള്ളാഹിക്കും ഓഹരി വെക്കും. അങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോൾ അൻസാറുകൾ കേട്ടു. അബൂബൈദ വന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അബൂബൈദ ബഹ്റൈനിൽ നിന്ന് ജിസിയ പിരിച്ചിട്ട് വന്നിട്ടുണ്ട് എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. സുബഹി നിസ്കാരത്തിന് എല്ലാവരും മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കുമ്പോൾ സാധാരണ കാണാത്ത ആളുകളെ പോലും പള്ളിയിൽ കാണുകയാണ്. കുറെ ആളുകളുണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നു അന്നക്കും സമയത്തും അബൂബൈദ വന്ന വാർത്ത അറിഞ്ഞിട്ടായിരിക്കാമല്ലേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയത്? അബൂബൈദ വന്ന വാർത്ത അറിഞ്ഞിട്ടായിരിക്കല്ലേ നിങ്ങളെല്ലാവരും പള്ളി വന്നത്? എല്ലാവരും മറുപടി പറഞ്ഞു, അജല്യ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അത് തന്നെയാണ്. അബൂബൈദ വന്ന വാർത്ത ഏത് സഹാബത്ത? ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, അതിലേറെ പട്ടിണി കിടന്ന സഹാബത്താണ്. അതിൽ സുഫൈൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. അതിൽ സുഫൈല മഹാനായ സ്വഹാബിയാണ്. അബൂ ഹുറൈറ പലപ്പോഴും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ബോധരഹിതനായി വരുമായിരുന്നു. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, തടന്നിട്ട് വീട് പോവാം പലപ്പോഴും. നേതാവാകുന്ന റസൂലോ സർദാർ ഖൗമക ഖാദിമേ, നേതാവ് സമൂഹത്തിന്റെ സേവകൻ എന്നല്ലേ. എന്നാൽ നേതാവ് ഒട്ടും മാറ്റമല്ല, അണികളെക്കാൾ മോശമാണ്. റസൂലുള്ളാഹിന്റെ വീട്ടിലെ ഭാര്യമാർക്കുള്ള അവസ്ഥ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു പറയാണ്, ജേഷ്ഠത്തിയുടെ മോനാണ്. മോനോട് പറഞ്ഞു കൊടുക്കുന്ന ഉർവ, എന്റെ വീട്ടിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീട്ടിൽ ഒരു മാസപ്പിറവി കാണും, സുമ്മൽ ഹിലാൽ, പിന്നെയും ഒരു മാസപ്പിറവി കാണും, സുമ്മൽ ഹിലാൽ, അടുത്ത മാസപ്പിറവി കാണും. എത്ര മാസമായി? 3 മാസപ്പിറവി കണ്ടു. മിനിമം എത്ര മാസം കഴിഞ്ഞു? 2 മാസം കഴിഞ്ഞു. തലാത്തയില്ല, 3 മാസപ്പിറവികളെ കണ്ടുപോകും. റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കുള്ള വീട്ടിൽ അടുപ്പിൽ ഒന്നും കത്തിച്ചു കാണില്ല. 2 മാസത്തിലേറെ അടുപ്പിൽ പുക വന്നാത്ത മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഏട്ടത്തിയുടെ മോനാകുന്ന ഉർവയോട് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ കഷ്ടപ്പാടാണ്, വളരെ വിഷമമാണ്. വമിനൽ യസീരി സമാ വഅതഅമ ലൈസഹു ഹത്ത തഖവ യസീറുഹു ലം യൻഫദി. പരിശുദ്ധമായ അന്തത്തിന്റെ രംഗമാണ്. സന്തതിന്റെ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓർഡർ പ്രകാരം വിഷുക്കട്ടിയ വയറുമായി പരിശുദ്ധ സ്വഹാബത്ത് കിടങ്ങ് കയറുകയാണ്. വലിയ കിടങ്ങ. ശത്രുക്കൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി തടസ്സം സൃഷ്ടിക്കുകയാണ്. ആ കിടങ്ങ് കയറുമ്പോ പാപങ്ങളിൽ പാപങ്ങളായ സ്വഹാബത്ത് വിശപ്പടക്കാൻ വഴിയില്ല. വിശപ്പറിയാതിരിക്കാൻ വയറ്റിയൊരു കല്ല് വെച്ച് കെട്ടിയിട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. വിശപ്പറിയാതിരിക്കാൻ തലവേദന വന്നാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മുണ്ടെടുത്ത് ടവലെടുത്ത് വലിച്ചു കെട്ടിയാൽ ചെറിയൊരു സമാധാനം കിട്ടും. വേദനയ്ക്ക് ഒരു ചെറിയ സമാധാനം ഉണ്ടാകും. പരിശുദ്ധ സ്വഹാബത്ത് ആ പരിശുദ്ധമായ ഹന്തകൾ കിടന്നുകൊണ്ട് ഇങ്ങനെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടന്ന് കയറുമ്പോഴല്ലേ ഒരു കല്ല് പ്രത്യക്ഷപ്പെട്ടത്. എങ്ങനെ സ്വഹാബത്ത് പൊട്ടിക്കാൻ ശ്രമിച്ചാലും പൊട്ടുന്നില്ല. ആ കിടങ്ങ് കയറൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. നബിയോട് വന്നുകൊണ്ട് പരാതി പറഞ്ഞ സ്വഹാബത്ത്, യാ റസൂലല്ലാഹ്, ഒരു പാറ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, എങ്ങനെ പൊട്ടിച്ചാലും പൊട്ടുന്നില്ല, ഒന്ന് വരണം. റസൂല് പോയി നോക്കി, വലിയൊരു പാറയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മുഅ്ജിസത്ത് കൊണ്ട് ആ പാറ പൊട്ടണം, എന്നാലേ പൊട്ടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ കയ്യിൽ നിന്ന് മഴ വാങ്ങുകയാണ്. മഴ വാങ്ങിയിട്ട് ആ പാറയിലേക്ക് കൊത്താൻ റസൂല് കയ്യിൽ പൊക്കുമ്പോ റസൂലുള്ളാഹിന്റെ ശബ്ദം പൊങ്ങുകയാണ്. റസൂലുള്ള ധരിച്ച വസ്ത്രം പൊങ്ങുകയാണ്. സ്വഹാബികൾ കാണുകയാണ്. ഞങ്ങളെല്ലാം വയറ്റത്ത് ഒരു കല്ലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റത്ത് 2 കല്ലാണ്. 2 കല്ലാണ്. അല്ലാഹുവിനെ രംഗം കാണുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. നേതാവിന്റെ വയറ്റത്ത് 2 കല്ലാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട പത്നിയെ വിളിച്ചു. ജാബിർ ചോദിക്കുന്നു, പ്രിയപ്പെട്ടവളെ,
ഭക്ഷണമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ജാബിറുണ്ടാവുന്നു ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ആ ബാർലിപ്പൊടി കൊണ്ട് നീ കുബുസുണ്ടാക്ക്, നീ റൊട്ടി ഉണ്ടാക്ക്. ഒരു ആട്ടിൻകുട്ടിയെ പിടിക്കുകയാണ്. ആട്ടിൻകുട്ടി അറുത്തുകൊണ്ട് കറി വെക്കാൻ വേണ്ടി കൊണ്ട് കൊടുക്കുകയാണ്. ഇത് കൊണ്ട് കൊടുത്ത് കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചുകൊണ്ട് ജാബിർ നേരെ വരികയാണ്. അടുത്തേക്ക് വിളിച്ചു. റസൂലുള്ളാഹിന്റെ ചെറിയ മന്ത്രിക്കുകയാണ്, നബിയേ, അങ്ങയുടെ വിശപ്പിന്റെ കാഠിന്യം ഞാൻ കണ്ടു. അങ്ങയുടെ വയറ്റിൽ കെട്ടിവെച്ച 2 കല്ലുകൾ ഞാൻ കണ്ടു. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭാര്യയോട് പറഞ്ഞ് അങ്ങേക്കും ഒരു 2-3 പേർക്കും കഴിക്കാവുന്ന ഭക്ഷണം ഞാൻ വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് നിങ്ങളും 2 പേരും 2-3 പേരും വേണം. ഇത് കേൾക്കേണ്ട താമസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തെ വിളിക്കുകയാണ്. 70 ആളുകളുണ്ട്, അല്ല 100-ലധികം ആളുകളുണ്ട് എന്ന് എഴുതികൾ കാണാം. സ്വഹാബികളെ വിളിക്കുകയാണ്. സ്വഹാബ, എല്ലാവരും പണിതെടുത്ത് ജാബിറിന്റെ വീട്ടിലേക്ക് പോകാം, അവിടെ ഭക്ഷണം കഴിയാണ്. ഉടനെ ജാബിർ ഓടി വന്നു, നബിയുടെ ചുവട്ടിൽ പിന്നെയും മന്ത്രിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാവർക്കും ഉള്ള ഭക്ഷണമില്ല, ഒരു 2-3 പേർക്ക് മതിയാവുന്ന ഭക്ഷണമേ ഉള്ളൂ, എല്ലാവരെയും വിളിക്കണ്ട. നബിതങ്ങൾ പറഞ്ഞു, ജാബിറേ, നീ വീട്ടിലേക്ക് പോട്, നീ വീട്ടിലേക്ക് ചെല്ല്, ഭാര്യയോട് പറ, അടുപ്പത്ത് വച്ചിരിക്കുന്ന കലം ഞാൻ വരാതെ ഇറക്കി വെക്കണ്ട, ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാം. എല്ലാവരെയും കൂട്ടി മുഹമ്മദ് മുസ്തഫ ജാബിർ വീട്ടിലേക്ക് ചെല്ലുകയാണ്. 2-3 പേർക്ക് മതിയാവുന്ന ഭക്ഷണമാണ് റെഡിയുള്ളത്. അടുപ്പത്ത് വെച്ചിരിക്കുന്ന കലത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നു. അതിന്റെ അടപ്പ് മാറ്റിയിട്ട് അതിലേക്ക് നബിതങ്ങൾ മന്ത്രിച്ചു തുപ്പുകയാണ്. ഊതുകളെല്ലാം തുപ്പുകയാണ്. ഉമിനീർ തന്നെ തെറിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വിളമ്പി കൊടുക്കാനും സൈന്യത്തെ മുഴുവനും 70-100 അതിലധികം വരുന്ന മുഴുവൻ ആളുകളെയും റസൂൽ ഭക്ഷിപ്പിച്ചു. എല്ലാവരും കുടിച്ചു. എല്ലാവർക്കും ദാഹമകന്നു, വിശപ്പുമായി. എല്ലാവർക്കും മതിയായി, എല്ലാവർക്കും വിശപ്പുമായി, എല്ലാവർക്കും ദാഹം തീർന്നു. ഈ കുറഞ്ഞ ഭക്ഷണം ഒരിക്കലും മതിയാകുന്ന ഭക്ഷണമല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുന്നോണം എല്ലാവർക്കും മതിയായി. ഭക്ഷണം വീണ്ടും അതുപോലെ ബാക്കിയുണ്ടായിരുന്നു. ഹദീസുകളിൽ കാണാം, ഇങ്ങനെയുള്ള സ്വഹാബത്താണ്, പട്ടിണി കിടക്കുന്ന സ്വഹാബത്താണ്. അവര് പറഞ്ഞു, അബൂബക്കർ വന്ന വാർത്ത അറിഞ്ഞിട്ടായിരിക്കാമല്ലേ നിങ്ങളെല്ലാവരും വെറുതെ ചോദിച്ചപ്പോൾ, സഹിക്കാൻ പറ്റുന്നില്ല, വിശപ്പ് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മെ ഏറെ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ, നമുക്ക് നന്മ വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ നമ്മെ നിരന്തരം ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, നിങ്ങളെ ഞാൻ നരകത്തിലേക്ക് വിടാതിരിക്കാൻ നിങ്ങളുടെ ഊരയ്ക്ക് പിടിച്ച് ഞാൻ വലിക്കുന്നുണ്ട്. എന്നിട്ടും എന്റെ കയ്യിൽ നിന്ന് കുതറി മാറിയിട്ട് നിങ്ങൾ നരകത്തിലേക്ക് പോകാനാണല്ലോ ഉമ്മത്തെ എന്ന് വിഷമം പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുന്നയാളാ. ഹജ്ജത്തുൽ വദാ അവസാനത്തെ റസൂലുള്ളാഹിന്റെ ഏകമായ ഹജ്ജാണ്, ഒരൊറ്റ ഹജ്ജാണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലല്ലേ അറഫ. അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ റസൂൽ നടത്തിയ പ്രാർത്ഥനയിൽ ഏറിയപ്പോഴും കൂടുതൽ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്, എന്റെ ഉമ്മത്തിന് കൊടുക്കണേ അല്ലാഹ്. ദുആ ചെയ്ത നബി മുഹമ്മദ് മുസ്തഫ വേണ്ടിയാണ്, ഉമ്മത്തിന് വേണ്ടിയാണ് ദുആ ചെയ്തത്. ഉമ്മത്തിന്റെ ദോഷങ്ങൾ കൊടുക്കാനാണ് ദുആ ചെയ്തത്. ആ റസൂലാ പറയുന്നത്, സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, ഞാൻ മുഹരി വെക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുന്നു, അഭിഷേകോ, എല്ലാവരും സന്തോഷിക്കാൻ തരാം. എല്ലാവരും വാങ്ങിയോ ഒന്ന് ആശ വെച്ചിരിക്കും. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് ഫഖീറായി മാറുന്ന വിഷയത്തിൽ, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്ന വിഷയത്തിൽ എനിക്ക് യാതൊരു പേടിയുമില്ല. നിങ്ങൾക്ക് ഫഖീറായി മാറുന്ന വിഷയത്തിൽ എനിക്ക് യാതൊരു ബേജാറുമില്ല. വലാകിന്നി അഖ്ശാ അൻ തുബസത അലൈകും ദുനിയ, നിങ്ങളുടെ മേൽ ദുനിയാവിന്റെ സൗകര്യം കൂടി വരലാണ്. കമാ ബുസിതത് അലാ മൻ കാന ഖബലകും, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തെ പടച്ചവൻ ദുനിയാവ് വിശാലമാക്കിയ പോലെ നിങ്ങൾക്കും ദുനിയാവിന്റെ സൗകര്യം കൂടി വരലാണ്. ഞാൻ പേടിക്കുന്ന വിഷയമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്
ഇല്ലാത്ത പട്ടിണി കോലങ്ങളായി മാറുന്ന വിഷയത്തിൽ അല്ലാഹു റസൂലിന് ബേജാറില്ലത്രേ. റസൂൽ പറയുന്നു, ഞാൻ പേടിക്കുന്ന വിഷയം നിങ്ങൾക്ക് ദുനിയാവ് ഇങ്ങനെ സൗകര്യം കൂടി വരാൻ അല്ലേ? ദുനിയാവ് കൂടിയപ്പോഴല്ലേ, സമ്പത്ത് വന്നപ്പോഴല്ലേ ഇല്ലാത്ത മാണിത്തരങ്ങൾ കൂടിയത്? പൈസ ഉണ്ടായപ്പോഴല്ലേ മയക്കു മരുന്നിന് അടിമയായത്? മദ്യം കുടിക്കാൻ തീരുമാനമുണ്ടായത് പൈസ ഉണ്ടായതുകൊണ്ടല്ലേ? അതില്ലായിരുന്നെങ്കിൽ മദ്യത്തിന് പിന്നാലെ പോകുമായിരുന്നോ? കല്യാണം ആർഭാടകരമാക്കിയത് ഒരു ഭാഗത്ത് കല്യാണം കഴിക്കപ്പെടാതെ ജീവിതം ഒരു സ്വപ്നമായി മാത്രം മുന്നോട്ട് പോകുന്ന, മംഗലം ഒരു സ്വപ്നമായി മാത്രം മുന്നോട്ട് പോകുന്ന പാവങ്ങളായ 25-30 വയസ്സൊക്കെ പ്രായമായിരിക്കുന്ന ആൺമക്കളും പെൺമക്കളും ജീവിക്കുമ്പോൾ സാമ്പത്തിക പ്രയാസം കൊണ്ട് ജീവിതത്തിന്റെ രംഗങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവങ്ങളായ ആളുകൾ വിഷമിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോൾ അവന്റെ നെഞ്ചത്ത് കയറിയിട്ടല്ലേ സമ്പന്നനെ നീ കല്യാണം കഴിക്കണത്? ഇതിനു വേണ്ടിയല്ലേ കല്യാണം തയ്യാറാക്കണത്? പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് അവന്റെ വിഷമം അറിയാൻ, അവന്റെ പ്രയാസം അറിയാൻ നീ ശ്രമിക്കുന്നില്ല. അടുത്തുള്ള കല്യാണത്തിന് 4 ലക്ഷം രൂപ ചെലവാണ്, ഒട്ടും കുറയാൻ പാടില്ല. എന്റെ മോന്റെ മംഗലത്തിന് 5 ലക്ഷം ചെലവ് വേണമെന്ന് ചിന്തിക്കുന്നവരല്ലേ? എന്തിനാ? ആളുകളെ കാണിക്കാൻ വേണ്ടി. അടുത്തവരുടെ മംഗലത്തിന് മട്ടനും ചിക്കനും ഉണ്ടായിരുന്നു, ഒട്ടും കുറയാൻ പാടില്ല. ബീഫ് കൂടി വേണം, വിഭവം കുറയാൻ പാടില്ല. ആ വിഭവം ധാരാളമായി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ അറിവില്ലാതെ ഏതെങ്കിലും മരത്തിന്റെ തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടുപോയി കുടിച്ചു കൂടിയാൽ പ്രശ്നമല്ല. പാവപ്പെട്ടവരെ കൊടുക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഓർക്കണേ, അല്ലാഹു നിന്നെ വിടില്ല, അല്ലാഹു നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. പാവപ്പെട്ടവന്റെ കണ്ണീർ കാണാത്ത നിന്റെ ഈ ജീവിതം കൊണ്ട് ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. എത്രയാണ് നമ്മൾ കാണുന്നുണ്ട്, ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം കാണാം അല്ലെ? ആഫ്രിക്ക പോലെയുള്ള പല രാജ്യങ്ങളിൽ വല്ലാത്ത ദാരിദ്ര്യമാണ്, വല്ലാത്ത പട്ടിണിയാണ്, വിശപ്പടക്കാൻ ഒരു വഴിയുമില്ല, പുല്ലുകൾ പോലും ഭക്ഷിക്കാനില്ല, വരണ്ടുണങ്ങി പോയിരിക്കുകയാണ്. അവസാനം കന്നുകാലിയുടെ മലദ്വാരത്തിൽ വായ വെച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ കന്നുകാലിയെങ്ങാനും ഒന്ന് കാറ്റിക്കുകയാണെങ്കിൽ അതിന്റെ കാഷ്ടം ഭക്ഷിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് കന്നുകാലിയുടെ മലദ്വാരത്തിൽ പോലും വായ വെച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ നമ്മൾ കണ്ടുവന്നവരല്ല. എത്ര ആളുകളുണ്ട് കേരളത്തിൽ തന്നെ? എത്രയോ മുനിസിപ്പാലിറ്റികളിലും അതുപോലെ വേസ്റ്റുകൾ കൊണ്ടുകൂട്ടുന്ന സ്ഥലങ്ങളിലും അവിടെ ചെന്നുകൊണ്ട് നമ്മളൊക്കെ ഒഴിവാക്കുന്ന വേസ്റ്റ് ഭക്ഷണം എടുത്തുകൊണ്ട് വിശപ്പടക്കുന്ന എത്ര പാപങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് സഹോദരങ്ങളെ. നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് എല്ലാ തെറ്റുകളുടെയും തലവൻ ഹെഡ് സമ്പത്താണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് റസൂൽ ബേജാറായത്. ഫഖറിൽ എനിക്ക് പേടിയില്ല, ദുനിയാവിന്റെ സൗകര്യക്കുറിലാണ് ഞാൻ പേടിക്കുന്ന വിഷയം അല്ലെ? അല്ലാഹു തന്ന ഓരോ നിയമത്തിലും അല്ലാഹുവിനെ കൂടുതൽ ഓർക്കേണ്ടതിന് പകരം അവനെ കടക്കേണ്ടതിന് പകരം അവനിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യമാണ് നമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിൽ നടന്നു പോകുമ്പോ ഒരു ചെവി മുറിഞ്ഞു പോയ ഒരു ആട് ചത്ത് കിടക്കുന്നുണ്ട്. ചെവി മുറിഞ്ഞു എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും മോശമാണ്, ആരും മാറില്ല. അത് വലിയ അയവാണ്. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട് ചോദിച്ചു, സഹാബ, ഈ കാണുന്ന ആളില്ലേ, അയ്യക്കും യുഹിബ്ബു അൻ യകൂന ലഹു ബിദിർഹം, ആരാ ഒരു ദിർഹം കൊടുത്തിട്ട് ഈ ആടിനെ വാങ്ങാൻ ആരാ തയ്യാർ? ഒരു ദിർഹം, ഒറ്റ ദിർഹം മതി. ഈ ചത്ത ചെവി മുറിഞ്ഞു പോയ ആടിനെ വാങ്ങാൻ ആര് തയ്യാറുണ്ട്? എല്ലാരും പറഞ്ഞു, ഞങ്ങൾക്ക് എന്തിനായിരുന്നു ചത്താണ്, അതും ചെവി മുറിഞ്ഞു പോയത്. ജീവന്റെ തന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു കാര്യമില്ല, അത് അഴിവാണ്, മോശമാണ്. പിന്നെന്തിനാ ഈ ചത്തതിന്? അല്ലാഹു റസൂൽ പറഞ്ഞു, ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് തരേണ്ടില്ലായിരുന്നല്ലേ. എന്നാൽ ചത്തുപോയാൽ ആർക്കും തീരെ വേണ്ട. എന്നാൽ ഇതുപോലെയാണ് ദുനിയാവ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതുപോലെയാണ് ദുനിയാവ്. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ലാഹു തആല ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും കൊടുത്തിട്ടില്ല. ഇത് കാണാം. അല്ലാഹു തആല ദുനിയാവിന്റെ ദുനിയാവിൽ അല്ലാഹു തആല ഒരു കൊതുകിന്റെ ചിറകിൽ
കൊതുകിന്റെ ചിറകിന്റെ അത്രയെങ്ങാണ്ട് വരെ അല്ലാഹു ദുനിയാവിൽ കൊടുത്തിരുന്നെങ്കിൽ ഒരു കാഫിറിന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അല്ലാഹു അനുവദിക്കുമായിരുന്നില്ല. അല്ലാഹു അനുസരിക്കാത്ത കാഫിറിനെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. ഈ ദുനിയാവിൽ പടച്ചവൻ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില നൽകിയിരുന്നെങ്കിൽ അത്രയും വിലയില്ലാത്തതുകൊണ്ടാണ് കാഫിറുകളോട് ഇഷ്ടം പോലെ കുടിക്കാനും മതോന്നതരായി ജീവിക്കാനും പടച്ചു കൊടുക്കൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ വിലയില്ലാത്തതുകൊണ്ടാണ്. തുള്ളി ഇറക്കി വെള്ളം അള്ളാഹു കുടിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. അത്രയും നിസ്സാരമായിട്ടാണ്, അത്രയും നിന്ദ്യമായിട്ടാണ് ദുനിയാവിന്റെ സമ്പത്തിനെ, ദുനിയാവിലെ സ്ഥാനമാനങ്ങളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പറഞ്ഞാൽ സമ്പത്തിന് ഒരു വിലയും പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടില്ല. മനുഷ്യന് ജീവിക്കാൻ സമ്പത്ത് വേണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ആഗ്രഹമോ നമ്മുടെ പാർപ്പിക ലോകമോ നഷ്ടമാക്കുന്ന ഒരു സംവിധാനം പാടേയില്ല. അങ്ങനെ നമുക്ക് ദുനിയാവിനെ കാണാൻ പറ്റുമ്പോഴാണ്, ദുനിയാവിന്റെ സമ്പത്തിനെ കാണാൻ പറ്റുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് അല്ലാഹുവിന്റെ വഴിയിൽ സമ്പത്ത് കൊടുക്കാനും സ്വതക്ക ചെയ്യാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യന്റെ അവശ്യ ഘടകങ്ങളാകുന്ന അറിവ് ഏറ്റവും പ്രധാനമാണ്, ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തേത് സമ്പത്ത്. ആ സമ്പത്ത് ഇസ്ലാം ഒരു വിലയും നൽകുന്നില്ല. ഉള്ളവർക്കുണ്ടാവട്ടെ, പടച്ചവന്റെ പരിശോധനയാണ്, അല്ലാഹുവിന്റെ പരിശോധനയാണ്. എന്ത് സമ്പത്ത് കൊടുക്കുന്നവൻ എത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും പോലും പരീക്ഷണമാണ്. അല്ലാഹു തആല കുറെ ആളുകളെ സമ്പത്ത് കൊടുത്തുകൊണ്ട് പരിശോധിക്കുന്നു. സമ്പത്ത് കൊടുത്തിട്ട് എത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നുണ്ട്, എത്രമാത്രം അത് അല്ലാഹുവിന്റെ വഴിയിൽ അവന്റെ വഴിയിൽ ചെലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില ആളുകളെ സമ്പത്ത് കൊടുക്കാതെ പരിശോധിക്കുന്നു. സമ്പത്ത് കൊടുക്കാതെ പഠിച്ചു നോക്കുകയാണ്, അവരെ പ്രയാസപ്പെടുത്തിയിട്ട് എത്രമാത്രം ക്ഷമിക്കുന്നുണ്ട്, എത്രമാത്രം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ട്. അല്ലാഹു പരിശോധിക്കുകയാണ്. ചില ആളുകൾക്ക് പടച്ചോ ലോകം നൽകിയിട്ട് പരിശോധിക്കുകയാണ്. ലോകത്തേക്ക് അല്ലാഹു നോക്കുന്നു, ഞാൻ അത് കൊടുത്തത് അവൻ ക്ഷമിക്കുന്നുണ്ടോ, ക്ഷമ പാലിക്കാൻ തയ്യാറാകുന്നുണ്ടോ, അല്ല വിഷമം പറഞ്ഞ് പ്രയാസം പറഞ്ഞ് പടച്ചോനെ മറക്കുന്ന അവസ്ഥയാണോ, അത് നോക്കുന്നു. ചില ആളുകൾക്ക് അല്ലാഹു തആല ആരോഗ്യം കൊടുത്തിട്ട് പരിശോധിക്കുന്നു. ചില ആളുകൾ പറയുമല്ലോ, എനിക്ക് 55 വയസ്സായി, പ്രഷറില്ല, പ്രമേയമല്ല, കൊളസ്ട്രോൾ ഒരു കുഴപ്പമില്ല, 40 ആൾ കഴിഞ്ഞ് അല്ലാത്തത് ഒന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിന്റെ യോഗ്യതയാണ് വിചാരിക്കേണ്ട, പടച്ചോന്റെ പരിശോധനയാണ്. 55 വയസ്സ് വരെ റബ്ബത്താരത്തിന് ആരോഗ്യം നൽകിയിട്ട് എത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നുണ്ട്, ആരോഗ്യം അല്ലാത്തവന് വേണ്ടി എത്ര ചെലവഴിക്കുന്നുണ്ട്. പടച്ചവന്റെ പരിശോധനയാണ്, എല്ലാം പരിശോധനയാണ്. ദുനിയാവിലെ എല്ലാം നമ്മുടെ അർഹത കൊണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് കിട്ടുകയാണ് എന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാം അല്ലാഹുവിന്റെ പരിശോധനകളാണ്. ദുനിയാവിലെ സമ്പത്ത് അല്ലാഹു ചില ആൾ കൊടുക്കും. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി വലിയ സമ്പന്നനായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വലിയ സമ്പന്നനായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വലിയ സമ്പന്നനായിരുന്നു. പക്ഷെ അവരൊക്കെ പലപ്പോഴും കരയും, ബേജാറായിട്ട് കരയാണ്, പടച്ചോനെ ഞാനൊക്കെ എന്ത് ചെയ്താൽ, വീട് കച്ചവടം ചെയ്താൽ ലാഭകരമാവുകയാണ്, എന്ത് ഒരു 10 രൂപ ഇട്ടാൽ 100 രൂപ എന്ന് മട്ടാണ് ഒക്കെ പറയാം. എന്താണ് ആഖിറത്തിൽ എനിക്ക് തരേണ്ട പ്രതിഫലം ഇവിടത്തെ ദുനിയാവിൽ കൊടുത്തത് തീർക്കുകയാണോ? ചിന്തിച്ചിട്ടാ കഴിയുന്നത്. എങ്ങനെ ആഖിറത്തിൽ തരേണ്ട പ്രതിഫലം അല്ലാഹു തആല ഇവിടെ തന്നെ ദുനിയാവിൽ തന്നെ തന്നു തീർക്കുകയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്പൊ കരയുന്ന സഹാബ റിദ്വാനുല്ലാഹി തആല അജ്മഈൻ. സമ്പത്ത് വേണ്ട എന്നല്ല, സമ്പത്ത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ വലിയൊരു ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് കാണണ്ട. അതുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് അതിനുവേണ്ടി ഓടി നടന്ന് നമ്മുടെ ആചരണം, നമ്മുടെ ദീനം വ്യക്തമാക്കുന്ന ഒരു സ്വഭാവം, ബുദ്ധിയുള്ള ഒരു മനുഷ്യന്, മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പല കുളത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞതിന് മുമ്പ് അല്ലാഹുവിന്റെ പല ഔലിയാക്കളും അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ദുനിയാവിനെ തലാഖ് ചൊല്ലിയത്, ദുനിയാവിനെ ഒഴിവാക്കിയത്. അവർക്ക് ദുനിയാവിൽ തരക്കാണോ? അല്ലാഹുവിന്റെ മുത്തബറായ മുഹമ്മദ് മുസ്തഫ ഫഖീറമാൻ ഏറ്റവും വലിയ ഫഖീറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയാണ് നമ്മുടെ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടകൻ. 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ, ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ആദ്യം പോകുന്നയാൾ റസൂലാണ്. എങ്കിൽ ഏറ്റവും അവസാനം വരുന്നയാൾ നബിയുനാ സുലൈമാൻ. പണക്കാരനായിരുന്നു സുലൈമാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്റെ മറുപടി ഒരുപാട് പറയണം. തനിക്ക് ലഭിച്ച സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ മറുപടി പറയണം. അംബിയാക്കളിൽ അവസാനമായി സ്വർഗ്ഗത്തിൽ പോകുന്ന പ്രവാചകനായ സുലൈമാൻ. അതിന്റെ കാരണം വലിയ ലോകം ഭരിച്ച രാജാവല്ലേ, വലിയ സമ്പത്തിനുടമയായിരുന്നു. അല്ലാഹുവോട് കണക്ക് പറയണം. നേരെ മറിച്ച് മക്കയിലായ റസൂലോ എപ്പോഴും ദുആ ചെയ്തു. ഏതെങ്കിലും ഒരാളോട് ചോദിച്ചാൽ റസൂലുള്ളാഹിക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അറിഞ്ഞാൽ തന്നെ കൊടുക്കും. എത്ര വേണം ദുനിയാവ് സർവസ്വം വേണമെങ്കിൽ കൊടുക്കാൻ അത്രയും സ്നേഹമുള്ള അനുയായികളുണ്ട്. പക്ഷേ റസൂലുള്ളാഹി ഒരിക്കലും ദാരിദ്ര്യം പുറത്ത് കാണിച്ചില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് അഥവാ ആരെങ്കിലും സ്വതക്ക ചെയ്താൽ തന്നെ മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് സ്വതക്കാശിന്റെ ഫഖീറായി ജീവിച്ചു. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅബ്ഖിനി മിസ്കീനാ വഹ്ശുർനി ഫീ സുബ്റത്തിൽ മസാകീൻ. റസൂൽ ദുആ ചെയ്തു, പടച്ചവനേ എന്നെ മിസ്കീനാക്കി ജീവിപ്പിക്കണേ അല്ലാഹ്. എന്നെ വല്ല മുതലാളിയാക്കണമെന്നല്ല, എന്നെ മിസ്കീനാക്കി ജീവിപ്പിക്കണേ അല്ലാഹ്. വഅബ്ഖിനി മിസ്കീനാ, മരിക്കുമ്പോൾ എന്നെ മിസ്കീനാക്കി മരിപ്പിക്കണേ റബ്ബേ. വഹ്ശുർനി ഫീ സുബ്റത്തിൽ മസാകീൻ, നാളെ ഭാരതീയ ലോകത്ത് പാവങ്ങളോട് കൂടെ മിസ്കീനുകളോട് കൂടെ അങ്ങ് മഹ്ശറയിലും സമ്മേളിപ്പിക്കണേ അല്ലാഹ്. പാവങ്ങളോട് കൂടെ വരാൻ, പാവങ്ങളോട് കൂടെ കഴിഞ്ഞുകൂടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ് ദുആ ചെയ്യാൻ. എന്ത് ദുനിയാവ് വന്നാൽ, ദുനിയാവ് ഉണ്ടായി കഴിഞ്ഞാൽ ദുനിയാവിനെ കുറിച്ച് നമ്മൾക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ദുനിയാവിലെ സമ്പത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിലയും കൊടുക്കുന്നില്ല. അത് ഉമ്മത്തിന്റെ ഫിത്നയാണ്. ഇത് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിനും റബ്ബത്തായ ഓരോ ഫിത്ന കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഫിത്ന, എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. വഫിത്നതു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ഫിത്നയാണ് അൽമാൽ, സമ്പത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിൽ കുഴപ്പമുണ്ടാവാൻ സമ്പത്തുണ്ടാവുമ്പോഴാണ്. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാഹുവിന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ തെറ്റുകളിലേക്കും വേണ്ടാത്തങ്ങളിലേക്കും ഏറെ പോകുന്ന അവസ്ഥയുണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങളെ മനുഷ്യൻ വെറുക്കും. മനുഷ്യൻ ആ കാര്യങ്ങൾ ഓർക്കാൻ പോലും കഴിയില്ല. അതിന് ഓർക്കൽ തന്നെ ഒരു വെറുപ്പാണ്. എന്താ? ഒന്ന് അൽ മൗത്ത്, ഒന്ന് മരണം. മരണത്തെ കുറിച്ച് വാർത്ത പറഞ്ഞാൽ നമുക്ക് കേൾക്കാനൊരു ബേജാറാണ്. വേണോ? എന്നോടൊക്കെ എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് സ്റ്റേഷം ചെയ്ത നാലിലൊക്കെ ചില സമ്പന്നരായ ആൾക്കാർ പറയും, സാറേ എന്നും ഈ മരണവും മരണാനന്തരം പറഞ്ഞിട്ട് മനുഷ്യനെ പറഞ്ഞ് പ്രേരിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. സ്വർഗവും ഹൂറിലീങ്ങളും പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കും. സ്വർഗത്തിലെ സുഖവും ഹൂറിലീങ്ങളും പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കും. എന്ത് നമ്മളെന്താ ബേജാറാക്കുന്നത്? ബേജാറാക്കാൻ വേണ്ടിയല്ല. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ 6000 ചില്ലാനം വരുന്ന ആയത്തുകളിൽ 6-1, അതായത് 1000-ലധികം വരുന്ന ആയത്തുകൾ പ്രതിപാദിക്കുന്ന വിഷയം മരണവും അനന്തരവും ജീവിതവുമാണ്. ആ ഒരു ജീവിതത്തെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ആരോട് ചോദിക്കാൻ നമുക്ക് വിശ്വാസമില്ല. അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം എല്ലാവരും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ആരെങ്കിലും ഇവിടെ നീതി കാണിക്കും. ആരെങ്കിലും നീതി ചെയ്യോ? എന്ത് നീതി ചെയ്യണം? ഒന്നിനെ മരിച്ചൊക്കെ മണ്ണായി പോലെ പിന്നെന്താ വേണമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അനീതി ലോകത്ത് വ്യാപിക്കും, മോഷണം വ്യാപിക്കും. നമ്മുടെ അർത്ഥം പറയുന്നത് എന്തുകൊണ്ട്? ഒരുപക്ഷെ ഇവിടെ നിന്ന് സലാമത്താവുന്നു, അടച്ചോന് മുമ്പിലെത്തി രക്ഷപ്പെടൂലേ, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടൂല. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്നീ നാളെയുടെ വിശ്വാസമാണ്, മരണാനന്തര ജീവിതത്തിന്റെ വിശ്വാസമാണ്. അത് അതിപ്രധാനമാണ്, ഏറ്റവും സുപ്രധാനമാണ്. അതുകൊണ്ട് മരണത്തെ കുറിച്ച് പറയാൻ പല ആളുകൾ എപ്പോഴും വെറുക്കും. റസൂൽ പറഞ്ഞതാ, രണ്ട് കാര്യങ്ങൾ ആളുകൾ വെറുക്കും. ഒന്ന് മരണം, വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന. അല്ലേ? ആളുകളെ വഴിപ്പെടാതെ അല്ലാഹുവിനെ അനുസരിക്കാതെ ഫിത്ന ഉണ്ടാക്കി ജീവിക്കലിനെക്കാളും നല്ലത് മരിക്കലാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ജീവിതം കൊണ്ട് ഖൈർ സമ്പാദിക്കാനാകുന്നില്ല, നന്മ വർദ്ധിപ്പിക്കാനാകുന്നില്ല, എന്നാൽ മരിക്കലാണ് നല്ലത്. കാരണം ജീവിക്കുന്നവർ തിന്മ കൂടെ ചെയ്യാം, മരിക്കൽ അതിനേക്കാളും നല്ലത്. അല്ലെ? രണ്ട് റസൂൽ പറഞ്ഞു, സമ്പത്ത് കുറയുകയും എല്ലാവരും വെറുക്കും. ഈ പൈസയെ കുറിച്ച് ദുനിയാവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴേ പലരും ചിന്തിക്കുകയാണ്, ഇയാൾ എന്തെങ്കിലും വേണ്ടി പറഞ്ഞത് ഇത് വേണ്ടെന്നാണോ? വേണ്ട എന്നല്ല, എല്ലാവർക്കും ഇത് വേണം എന്നുണ്ടാവുക.
ഇത് കുറയുന്ന എല്ലാവരും കൊടുക്കും. 1,00,000 കയ്യിലുണ്ട്, അതിന് 100 കൊടുക്കുമ്പോഴും വേറെ കൈ ഇങ്ങനെ ഉണ്ടാവാണ്, പിന്നോട്ട് വലിക്കുകയാണ്. 100 കൊടുത്താൽ കുറയില്ല, 100 കുറയില്ലേ, പിന്നെ 100 കിട്ടിയിട്ട് വേണ്ട 1,00,000 ആകാൻ ചിന്തിക്കുക. അല്ലെ, സമ്പത്ത് കുറയുന്ന എല്ലാവരും കൊടുക്കുന്നു. മുതൽ പറഞ്ഞാൽ ഹിസാബ് പറയും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, യദ്ഖുൽ ഫുഖറാഉൽ മുസ്ലിമീന അൽ ജന്ന, മുസ്ലിമീങ്ങളിലെ ഫഖീർമാർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഖബലൽ അഗ്നിയാ, സമ്പന്നർക്ക് മുമ്പ്. സമ്പന്നരായ ആൾക്കാർ സ്വർഗ്ഗത്തിൽ പോകുന്നതിന് മുമ്പ് സമൂഹത്തിലെ പാവങ്ങളായ അല്ലാഹുവിനെ അനുസരിച്ച ഫുഖറാക്കൾ സ്വർഗ്ഗത്തിലേക്ക് പോകും. അര ദിവസം മുമ്പ്, അര ദിവസം കഴിഞ്ഞിട്ടാണ് അഗ്നിയാവ് സമ്പന്നർ സ്വർഗ്ഗത്തിലേക്ക് വരിക. അര ദിവസമല്ലേ അവിടത്തെ അര ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഇവിടത്തെ 500 വർഷമാണ് നബി മുഹമ്മദ് മുസ്തഫ. അവിടത്തെ അര ദിവസം അവിടുത്തെ 500 കൊല്ലാണ്. അവിടെ ദിവസം കണക്കാക്കാൻ സൂര്യൻ വേണ്ടേ? സൂര്യൻ ഉണ്ടെങ്കിലല്ലേ രാമകൊല്ലം ഉണ്ടാവുക. അവിടെയല്ലോ ഒക്കെ തകർന്നു പോയില്ലേ? ഈ ഖിയാമത്തോടുകൂടെ എല്ലാം തകർന്നു പോയില്ലേ? എന്നാൽ അര ദിവസം 500 കൊല്ലങ്ങൾക്ക് മുമ്പ് സമൂഹത്തിലെ സമ്പന്ന സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് സമൂഹത്തിലെ ഫഖറാക്കൾ അല്ലാഹുവിനനുസരിച്ച ഫഖീറുകളായ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇന്ന് തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരായ ആളുകൾ എന്ന് പറയുന്നവരിൽ ഏറെ പൂർവ്വം ഫഖീറായി, ചിലപ്പോഴൊക്കെ മജ്നൂനായി, ഭ്രാന്തൻ എന്ന് നമ്മൾ വിളിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരാളെ ചെറുതാക്കുമ്പോണ്ടേ ഭ്രാന്തനായി പക്ഷേ തോളത്ത് വല്ല പാമ്പും നമ്മൾ വിചാരിക്കും സുഖലാണെന്ന് വിചാരിക്കേണ്ട. അല്ലാഹുവിനെ പ്രേമിച്ച് ജയിച്ചു പോയ ആളുകൾ അങ്ങനെ എത്രയോ ആളുകളുണ്ട്, എനിക്കറിയാം എത്രയോ ആളുകൾ. അവർ അല്ലാഹുവിനെ പ്രേമിച്ച് പടച്ചോനെ ജയിച്ചത് ദുനിയാവിന് പ്രശ്നമല്ല. വലിയ വലിയ അഴിപ്പുള്ള ആളുകൾ, വലിയ വലിയ അഴിവിന്റെ ആളുകൾ ഫഖീർമാരായി ജീവിക്കുകയാണ്. അവരെ കണ്ടാൽ ഒന്നുമില്ല, കീറിയ കുടിയെടുത്തവരാണ്, ഒന്നിനുമുള്ള വകയില്ല. അല്ലാഹുവിന്റെ മക്കൾ സ്വർഗ്ഗത്തിൽ ആക്കിപ്പോകുന്ന ആൾക്കാരാണ്. അല്ലാഹു നമുക്ക് അവരുടെ വർഗ്ഗത്തിൽ കൊണ്ട് രക്ഷപ്പെടാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു അലാ ബാബിൽ ജന്ന, ഞാൻ ഇസ്രാ മിഅ്റാജിന്റെ അന്ന് സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ നിന്നു, സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ നിന്നു. ഫകാന ആമ്മതു മൻ ദഖലഹ അൽ മസാകീൻ, ആ സ്വർഗ്ഗത്തിൽ പോയവരിൽ ബഹുഭൂരിഭാഗം പൊതുവെ കൂടുതൽ ആളുകൾ പാവങ്ങളായിരുന്നു, മിസ്കീനുകളായിരുന്നു. സമ്പന്നരായ ആളുകളെയൊക്കെ അല്ലാഹ് അവിടെ തൽക്കാലം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പാവങ്ങളാണ് കടന്നുപോയത് ഏറിയപ്പോഴും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ ഒരാൾ പറഞ്ഞ്, അല്ലാഹു റസൂലേ ഇന്നി മുഹിബ്ബുക, നബിയെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് വലിയ മഹബ്ബത്താണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു, ഉൻദുർ മാ തഖൂൽ, ആലോചിച്ച് പറയണം, വെറുതെ എന്തെങ്കിലും പറഞ്ഞേക്കട്ടെ. എന്താ നീ പറഞ്ഞത്? എന്നോട് സ്നേഹമുണ്ടോ? ചിന്തിച്ചു പറഞ്ഞോ? എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, കളവല്ല. അപ്പൊ റസൂൽ പറഞ്ഞു, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ഫഖീറാകാൻ ഒരുങ്ങിക്കോ. എന്നെ സ്നേഹിക്കുന്നവർ ഫഖീറാവാം, മുതലാളിയല്ല, സമ്പന്നനാവാം. മഴവെള്ളം അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് കുത്തിയൊഴുകി പോകും. അതിനേക്കാളും സ്പീഡിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് ദാരിദ്ര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ദാരിദ്ര്യത്തിന് വേണ്ടി അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി നീ ഒരുങ്ങിക്കോ എന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹ്. ഫഖീറായി കഴിഞ്ഞാൽ, സമ്പത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോന്റെ കോടതിയിലെ ഹിസാബ് കുറയും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ ഇടയ്ക്കിലേക്ക് അൻസാരിയിൽപ്പെട്ട ഒരു പെണ്ണ് വന്നു. മഹദി വന്നിട്ട് വീട് നോക്കിയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ വിരിപ്പ്, റസൂൽ കിടക്കുന്ന വിരിപ്പ് ഈ അൻസാരികളായ സഹോദരി കണ്ടു. ഖദീഫത്തുൻ മദ്ദിയ, രണ്ടായി മടക്കിയ ചെറിയ ഒരു വസ്ത്രം രണ്ടായി മടക്കിയ ഒരു ചെറിയ വിരിപ്പാണ് റസൂലിന്റെ കിടക്കുന്ന വിരിപ്പ്.
ഇത് കണ്ട പൻസാരികമായ സഹോദരിക്ക് വല്ലാത്ത വിഷമായി. അവർ തിരിച്ചു പോയിട്ട് നല്ല ഒരു വിരിപ്പ് കൊടുത്ത വീട്ടിലേക്ക് റസൂലുള്ളാഹി കിടക്കാറുണ്ട്. നല്ല പരുത്തികളെ റസൂലുള്ളാഹി ഉറങ്ങാൻ പറ്റിയ നല്ല ഒരു പരുത്തികളെ ഒരു വിരിപ്പ് കൊടുത്തയച്ചു. റസൂലുള്ളാഹി വന്നു. എന്തോ ഒരു പുതിയ വിരിപ്പ് കാണുന്നു. അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നേരത്തെ അൻസാരികളായ സഹോദരി വന്നിരുന്നു, നിങ്ങൾ കിടക്കുന്ന വിരിപ്പ് കണ്ടു. ആ വിരിപ്പ് കണ്ട് അതിന്റെ ശോചനീയമായ അവസ്ഥ കണ്ടിട്ട് കൊടുത്തയച്ചതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കൊടുത്തേക്ക്, വേണ്ട വേണ്ട, അത് വേണ്ട, തിരിച്ചു കൊടുത്തേക്ക്, ആവശ്യമില്ല. മടക്കി കൊടുത്തു വിടുകയാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചാൽ, ഞാൻ ആഗ്രഹിച്ചാൽ എന്റെ കൂടെ തന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും മലകളെ പടച്ചവൻ എന്റെ കൂടെ നടത്തും. ഞാൻ വിചാരിച്ചാൽ, ഞാനൊന്ന് മനസ്സിൽ വെച്ചാൽ, ഒന്ന് പറഞ്ഞാൽ എന്റെ കൂടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും മല തന്നെ കൂടെ വരും. അത്ര എനിക്കുണ്ടാവും. എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തിരിച്ചു കൊടുത്തേക്ക്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന വിശാലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ തലയായിരുന്നു. അല്ലതി യത്തഖി അലൈഹി റസൂലുള്ളാഹി തല വെച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ചാരി കിടക്കുന്ന തലയായിരുന്നു. മിൻ ഹസ്ബിഹി ഈത്തപ്പനയുടെ ചകിരിച്ചോറ് കൊണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ തലയുണ്ടാക്കിയത്. ഈത്തപ്പനയുടെ ചകിരിയുടെ ചോറ്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി അത്രയും മൃദുലമായ, അത്രയും പരുഷമായ ഈത്തപ്പന ചകിരിച്ചോറിന്റെ അതുകൊണ്ടുണ്ടാക്കിയ തലയിണയിലാണ് അല്ലാഹുവിന്റെ റസൂൽ തല വെച്ചുകൊണ്ട് കിടന്നിരുന്നും ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി ചാരിയിരുന്നും ഹദീസുകളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ എന്റെ ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കറിന്റെ കുടുംബം കുറച്ച് സാധനങ്ങൾ, പ്രത്യേകിച്ച് അതിന് ഒരു ഒരു ആട്ടിന്റെ കാല്, നല്ല ആട്ടിന്റെ പുറക് കൊടുത്തയച്ചു ഒരു രാത്രി. അങ്ങനെ ഞാൻ പിടിച്ചു വെച്ചു. റസൂലുള്ളാഹി വരട്ടെ, റസൂലുള്ളാഹി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അത് പിടിച്ചു വെച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി ബാക്കി വെച്ചിരിക്കുന്ന ആയിഷ ബീവിക്ക് എഴുതി വെച്ചിരിക്കുന്ന ആ കുടുംബം കൊടുത്തയച്ചിരിക്കുന്ന ആട്ടിന്റെ പുറകിലെ ഹബീബായ റസൂലുള്ളാഹി വന്നിട്ട് കഴിക്കുകയല്ല, അത് സ്വതഹ ചെയ്തു, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ചു. ആയിഷക്ക് വിഷമാകണ്ടെന്ന് വിചാരിച്ച് ലൈറ്റ് കെടുത്തിയിട്ടാണ് കൊടുത്തയച്ചത്. കാരണം എന്റെ കുടുംബത്തിന് കൊടുത്തയച്ചാൽ ആയിഷ ചിന്തിച്ചു പോണ്ട, ഓ എന്റെ കുടുംബത്തിന് വന്നുകൊണ്ടായിരിക്കും കഴിക്കാൻ വിചാരിക്കേണ്ട എന്ന് വിചാരിച്ച് ലൈറ്റ് ഓഫാക്കിയിട്ട് അന്നത്തെ വളർന്ന് അത് കെടുത്തിയിട്ട് ആ സാധനം, ആ ഭക്ഷണം അവർക്ക് വേണ്ടി കൊടുത്തയച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമോ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉറക്കം വരാതിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടക്കാനാകുന്നില്ല. ഇങ്ങനെ റസൂൽ നേരെ പള്ളികളിലേക്ക് വരികയാണ്. പള്ളികളിലേക്ക് വരുന്ന വഴിക്ക് ഒരാളെ ഇരുന്നിട്ട് കാണുന്നു. അബൂബക്കർ, പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയ വേറൊരാൾ വരുന്നുണ്ട്. ഇരുട്ടിൽ തന്നെ അത് ഉമർ ഫാറൂഖാണ്. രണ്ടുപേരെയും കൂട്ടി റസൂലുള്ളാഹി ചോദിച്ചു. റസൂലുള്ളാഹി അവരോട് ചോദിക്കുകയാണ്, മല്ലദീ അഖ്റജകുമാ മിൻ ബൈതികുമാ ഹാദിസ. അബൂബക്കറെ, ഉമറെ, നിങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് ഇറങ്ങി നടക്കാൻ എന്താ കാരണം? ഉറങ്ങേണ്ട സമയമല്ലേ, പാതിരാത്രിയല്ലേ, ഈ നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയത്? രണ്ടുപേരും മറുപടി കൊടുത്തു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പാണ് നബിയേ, വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, വയറ് കട്ടലയാണ്, അതുകൊണ്ട് ഉറക്കം വരാനിട്ട് പള്ളികളിലേക്ക് പോകുന്നതാണെന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമാ. അങ്ങനെ മൂന്നുപേരും പള്ളിയിൽ പോയി. നേരം വെളുക്കാനായി, ഫജ്ർ വെളിവാകാനായി, ബാങ്ക് വിളിക്കാൻ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ബാങ്ക് വിളിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞു. സുബഹി നിസ്കാരം കഴിഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ രണ്ടുപേരെ വിളിക്കുകയാണ്. അബൂബക്കർ, ഉമർ, വാ, നമുക്ക് അടുത്ത അൻസാരിയായ അബൂലൈഥമിന്റെ വീടുണ്ട്, അവിടെ പോയി നോക്കാം. അബൂലൈഥം പണക്കാരനാണ്, സമ്പന്നനാണ്.
എന്തെങ്കിലൊക്കെ വിശപ്പടക്കാൻ അവിടെ വകയുണ്ടാവും, എന്തെങ്കിലൊക്കെ വിശപ്പാറ്റുണ്ടാവും. അബുൽ ഹൈതമിന്റെ വീട്ടിലേക്ക് പോകാം. 3 പേരും അബുൽ ഹൈതമിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് കരകൾ കുട്ടി പിടിക്കുമ്പോൾ വീട്ടിന്റെ ഉടമസ്ഥയാകുന്ന പെണ്ണ് വന്നു. ചോദിച്ചു, എവിടെ അബുൽ ഹൈതം? അപ്പ പറഞ്ഞു, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്, കയറിയിരിക്കാൻ പറഞ്ഞു. 3 പേര് കയറിയിരുന്നു. അല്പം കിടന്നപ്പോൾ വെള്ളവുമായി അബുൽ ഹൈതം വന്നു. ഭാര്യയ്ക്ക് വെള്ളമായിട്ട് വരാൻ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി വെള്ളം കൊണ്ടുവരികയാണ്. 3 പേരും അബുൽ ഹൈതമിന്റെ വീട്ടിന്റെ സിറ്റോട്ടിൽ കണ്ടപ്പോൾ അബുൽ ഹൈതം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഈ സമയത്ത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്, ഏറ്റവും വലിയ ആൾ ഞാനാണ്. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ആളുകളെ ഞാനാണ്. എന്തുകൊണ്ട്? എന്റെ വീട്ടിൽ അതിഥികൾ ആരൊക്കെയാ? അഷ്റഫുൽ മഖ്ലൂഖീൻ നബി മുഹമ്മദ് മുസ്തഫ. അത് കഴിഞ്ഞാൽ സ്ഥാനമുള്ള സുദ്ദീഖ്, അത് കഴിഞ്ഞാൽ സ്ഥാനമുള്ള ഉമർ. ഇവർ 3 പേരും എന്റെ വീട്ടിൽ സിദ്ധമാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ആളുകൾ ഞാനാണ് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹൈതം സന്തോഷം കൊണ്ട് പടച്ചവനെ സ്തുതിച്ചു. അങ്ങനെ നല്ല വീട്ടിൽ കയറി അകത്ത് കയറി ചെന്നിട്ട് ഒരു ഈത്തപ്പനക്കുല കൊണ്ടുവരികയാണ്. പച്ചയില് പഴുത്തുന്നത് മിക്സറാണ്. കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചു. 3 പേരുടെ മുമ്പിൽ വെച്ചു. കഴിക്കാൻ വേണ്ടി പറഞ്ഞു. 2 പേര് കഴിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ثم لتسألن يومئذ عن النعيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. രണ്ടാം പ്രാവശ്യം ആയത്തിറങ്ങുന്നത് എന്താ പറയുന്നത്? ثم لتسألن, നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമൈദിൻ, അന്നാൾ ഖിയാമത്ത് നാളിൽ, അനിൽ നഈം, ഈ സുഖത്തെക്കുറിച്ച് ചോദിക്കപ്പെടും. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞു പോവുകയാണ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റാതെ പള്ളിയിൽ വന്നിരുന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അബുൽ ഹൈതമിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ഈത്തപ്പഴ കഴിക്കുകയാണ്, വിശപ്പടക്കുകയാണ്. ഇതേക്കുറിച്ചും അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകുമോ? റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അൽഹാകുമുത് തകാതുർ, നമ്മളോടാ പടച്ചവൻ പറഞ്ഞത്. അല്ലാഹു അല്ലേ നമുക്കെല്ലാം നൽകിയത്. മുമ്പ് ഉമ്മറ അങ്ങാടിയുടെ ഒരു മുറിയിൽ ചെറിയ കട്ടിക്കടയായിരുന്നു. അന്ന് കൃത്യമായിട്ട് ഭാഗം വെച്ച് ജമാഅത്തിന് വരും, വെള്ളിയാഴ്ച രാവാകുമ്പോൾ സ്വലാത്തുണ്ടാവും, എല്ലാം കൃത്യമായിരുന്നു. പിന്നെ കച്ചവടം മെച്ചപ്പെട്ടു. അതിന്റെ ഒരു ബ്രാൻഡ് ഓടി തുടങ്ങി. കച്ചവടങ്ങൾ ഉഷാറായി, നല്ല കച്ചവടമായി. പിന്നെ ജമാഅത്തിന് കാണുന്നില്ല, സ്വലാത്തിന് കാണുന്നില്ല. ഉസ്താദ് ചോദിച്ചു, അല്ല ഹാജിക്ക തീരെ കാണുന്നില്ലല്ലോ. അപ്പൊ പറയാണ്, എന്താ ഉസ്താദെ, കുടികൊടിഞ്ഞ കച്ചവടം, പ്രത്യേകിച്ച് നോമ്പക്കല്ലേ, എന്നാണ് കച്ചവടം ഭയങ്കര നടക്കുകയാണ്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, യാതൊരു വരാൻ വയ്യ, തിരക്കോട് തിരക്ക്. മങ്ങത്തിൽ വിളിച്ചാൽ പോലും പറയും സമയമില്ല, ബിസിയാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, നിനക്ക് സമ്പത്ത് ഏറെ നൽകിയത് ആരാ? ഞാനാ. ഈ സമ്പത്ത് ഏറെ ഉണ്ടായിട്ട് ഞാൻ തന്നിട്ട് എന്നെ ഓർക്കാൻ നേരമില്ലല്ലേ? ബിസിയാണല്ലേ? എങ്ങനെ ചോദിച്ചാൽ ബിസി തിരക്ക്. ഖബറിലേക്ക് എത്തുന്നത് വരെ തിരക്ക് പറയുള്ളൂ, മരിക്കുന്നത് വരെ എല്ലാവരും തിരക്ക് പറയുള്ളൂ. അവിടെ എത്തുമ്പോ വിവരം അറിയും. ഇത് പറയുമ്പോഴും പേടിപ്പിക്കാൻ വേണ്ടി പറയാനും ചിന്തിക്കുന്നവരെ അവിടെ എത്തുമ്പോൾ വിവരം അറിയുക തന്നെ ചെയ്യും. അവിടെ എത്തുമ്പോ വർത്തമാനം തിരിയും, പറഞ്ഞതൊക്കെ ശരിയായില്ലേ? ദൃഢമായി ഉറപ്പായി അവിടുത്തെ കാര്യം മനസ്സിലാകും. നരകം കാണുമ്പോ, കത്തിയാണ് നരകം കാണുമ്പോ കാര്യം നിനക്ക് മനസ്സിലാകും.
എല്ലാ സുഖത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ പക്കൽ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എല്ലാവരോടും ചോദ്യമുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂൽ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവേ മത്തിന ദുനിയ, ഞങ്ങൾക്ക് ദുനിയാവിന്റെ ഒരു ഉപമ, ദുനിയാവിന്റെ ഒരു ഉദാഹരണം പറഞ്ഞേ. ദുനിയാവ് എങ്ങനെയാണ്? റസൂലുള്ളാഹി പറഞ്ഞു, കഅബുൽ നാഹിം, ഉറങ്ങിയവന്റെ സ്വപ്നം പോലെയാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിയവന്റെ സ്വപ്നം പോലെയാണ്. റഹാഫിൽ മനാം, ഉറക്കത്തിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ കാണുന്ന സ്വപ്നം പോലെയാണ്. റഹാഫിൽ മനാമി മാ യുഹിബ്ബ്, എന്തൊക്കെയോ ഇഷ്ടമുള്ള എന്തൊക്കെയോ കണ്ടു, ഉറക്കത്തിൽ പലതും കണ്ടു. സുമ്മന്തബ, പിന്നെ എഴുന്നേറ്റ് നോക്കി ഒന്നുമില്ല. ഇതുപോലെയാണ് ദുനിയാവിലെ മുഹമ്മദ് മുസ്തഫ. കാണുന്ന എന്തൊക്കെയോ ഭയങ്കരാണ് വിചാരിക്കുന്നത്. അതിന് പിന്നാലെ പോകും. മരിച്ചു നോക്കുമ്പോഴാണ് സത്യം, ഇതൊന്നും ആയില്ലല്ലോ, ഇതൊന്നും ആവില്ലല്ലോ എന്ന് തിരികെപ്പോഴാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാൽ, സമ്പത്ത് ഒന്നുമല്ല. അങ്ങനെ കാഴ്ചപ്പാട് നമുക്കുണ്ട്. സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അവരാണ് സമൂഹത്തിൽ നേതാക്കളാകേണ്ടത് എന്നൊരു അധമായ കാഴ്ചപ്പാടുണ്ട്. ഖുർആൻ ഗംഭീരമായി നിലനിൽക്കുന്നുണ്ട്, ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഒരു സംഭവത്തിൽ അത് മാത്രം പറഞ്ഞുകൊണ്ട് സമയം വായിച്ചുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറയിലെ 247-ാമത്തെ ആയത്ത്. ശംബീൽ പ്രവാചകന്റെ കാലഘട്ടം. ബൈബിൾ ശംബീലിനെ കുറിച്ച് സാമുവേൽ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സാമുവേൽ എന്നാണ് ബൈബിളിൽ കാണുക. ശംബീൽ പ്രവാചകൻ. ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 247-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ബഅഥ ലക്കും ത്വാലൂത മലികാ, ഇന്നല്ലാഹ ബഅഥ ലക്കും ത്വാലൂത മലികാ ഖാലൂ അന്നാ യകൂനു ലഹുൽ മുൽക്ക് അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യു'ത സഅതൻ മിനൽ മാൽ ഖാല ഇന്നല്ലാഹ اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. ശംബീൽ പ്രവാചകൻ, സാമുവേലിന്റെ ബൈബിൾ പറയുന്ന ശംബീൽ പ്രവാചകൻ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഇസ്ലാമിലെ പടനയിച്ചു ജാലിയത്ത്. ഖുർആനിലെ ചരിത്രമാണ്. ജാലൂത്ത് എന്ന് ഖുർആൻ പറഞ്ഞ ജാലിയത്ത് ഇസ്ലാം ശക്തമായി പടനയിച്ചു. ആ സമയത്ത് ശംബീൽ പ്രവാചകൻ അവരോട് നേരിടാൻ വേണ്ടിയുള്ള കായികമായ ഫിസിക്കൽ സ്ട്രെങ്തില്ല. അപ്പോൾ അതിന്റെ നേതാവായി രാജാവായി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം താലൂത്തിനെ രാജാവാക്കുകയാണ്. അങ്ങനെ ശംബീൽ പ്രവാചകൻ നാട്ടുകാരോട് പറഞ്ഞു, ഇന്നല്ലാഹ ബഅഥ ലക്കും ത്വാലൂത മലികാ, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾക്കുള്ള രാജാവായി റബ്ബ് തആല താലൂത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. താലൂത്താണ് രാജാവ്. ഇനി ഭരണനയിക്കേണ്ട രാജ്യത്തിന്റെ ഭരണമെല്ലാം നയിക്കേണ്ടയാൾ താലൂത്താണ്. ജനങ്ങൾ ചോദിച്ചു, അന്നായ താലൂത്തിന് എങ്ങനെ രാജാവികാരിക്കാനാണ്? എങ്ങനെ താലൂത്ത് രാജാവാകാം? അയാൾക്ക് തീരെ പൈസ ഇല്ലല്ലോ, വലിയ പൈസ ആവുന്നല്ലോ, സാമ്പത്തികമായ പിന്നാക്കമാണല്ലോ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന താലൂത്ത് സമ്പന്നരായ നിങ്ങളെ പോലെ ആൾക്കാരുണ്ട്. ഞങ്ങളെ കൊണ്ടായിരുന്നു എങ്ങനെയാ താലൂത്ത് രാജാവാകാം? കണ്ടോ ജനങ്ങളുടെ കാഴ്ചപ്പാട്. പൈസ വേണം അധികാരത്തിൽ വരാൻ. ഞങ്ങളെപ്പോലെ സാമ്പത്തിക ശേഷിയില്ലാത്ത, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന താലൂത്ത് എങ്ങനെ രാജാവാകാൻ? താലൂത്ത് പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും, അള്ളയാണ് സെലക്ടാക്കിയത്, ഞാനല്ല, എന്റെ തീരുമാനമല്ല. അല്ലാഹുവിന്റെ ഓർഡറാണ്, പടച്ചവന്റെ സെലക്ഷനാണ്. അത് അല്ലാഹു ആക്കിയതാണ്. രാജാവാകാൻ പണം വേണമെന്നില്ല, രണ്ടെണ്ണമുണ്ട്. അത് താലൂത്തിലുണ്ട്. നല്ല ആരോഗ്യ ഫിസിക്കൽ സ്ട്രെങ്തും ആർക്കുണ്ട്? താലൂത്തിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹമാണ് എന്നല്ലാതെ പൈസ ഉണ്ടോ ഇല്ല എന്നതല്ല അല്ലാഹു നോക്കുന്നത് എന്ന് ശംബീൽ പ്രവാചകൻ, സാമുവേൽ പ്രവാചകൻ സമൂഹത്തോട് പറഞ്ഞു. നല്ല ഉഷാർ ബോഡിയാണ്,
നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്, ആരെ നേരിടാൻ വേണ്ടിയുള്ള ധൈര്യമുണ്ട്. അപ്പൊ യുദ്ധക്കാവുമ്പോ അത്തരം ആളുകളെ വേണം മുന്നിൽ വെക്കാൻ. അപ്പൊ അതിനുവേണ്ടിയുള്ള കായികമായ ബലവും അതോടൊപ്പം തന്നെ നല്ല എഴുതുകൊണ്ടയാണ് താലൂത്ത്. അതുകൊണ്ട് താലൂത്ത് രാജാവാക്കിയെന്ന് വിശുദ്ധ ഖുർആൻ ശംദീൽ പ്രവാചകന്റെ വാക്യം പറയുമ്പോൾ ജനങ്ങൾ ചോദിച്ച ചോദ്യമാണ്, പൈസ ഇല്ലല്ലോ താലൂത്തിന്, പാവമാണല്ലോ അവൻ, അവനെങ്ങനെ രാജാവാകാനാണ്? ഇല്ല, ഒരിക്കലും അമീറാവാൻ, നേതൃത്വം വഹിക്കാൻ, ലീഡറാവാൻ, നേതൃസ്ഥാനത്ത് വരാൻ പൈസ ഇറക്കാനും മറിച്ച് എൽമുദ്ദിഷ്മാണ് എന്ന് ഖുർആൻ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ ഒന്നുകൂടി രൂഢമായി വെക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പണാധികാരമല്ല, മതപരമായ ബോധത്തിന്റെ, മതപരമായ അറിവിന്റെ ആധിപത്യമായിരിക്കണം, അതിന്റെ നേതൃത്വമായിരിക്കണം എപ്പോഴുണ്ടാവേണ്ടത്. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ അതിശയമായി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് പറയാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, നമ്മളോട് പലപ്പോഴും ഞാൻ ഉണർത്തിയ ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മംഗല്യനിധി എന്ന് പറയുന്ന പാവങ്ങളായ പെൺകുട്ടികളെ കല്യാണത്തിന് വേണ്ടിയുള്ള സഹായം നമ്മൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അതിനു വേണ്ടിയുള്ള കലക്ഷൻ എടുക്കാറുണ്ട്. എങ്കിൽ അതൊക്കെ കേവലം ചെറിയ പൈസയിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയാറാണ്. മാത്രമല്ല പള്ളികളുടെ ഭാഗത്ത് മംഗല്യനിധിയുടെ